അപ്പോൾ എൻ്റെ അച്ഛൻ അറിയില്ല ഞാൻ എത്ര ചാൻസ് എടുത്തു എന്ന്. പക്ഷേ എൻ്റെ വീട്ടിലപ്പുറത്തെ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടനറിയാം. ഓരോ മെയ് നവംബർ ആകുമ്പോൾ ചോദിക്കും, ദിനു പാസ്സായോ? ഇല്ല. ഞാൻ ക്വാളിഫൈ ചെയ്യുന്ന 27ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഒരു മെയിനായിട്ട് 25 മുതൽ 27 വയസ്സ് വരെയുള്ള ഒരു 2 വർഷക്കാലം ഹോറിബിളാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി വേറെ ഏത് പീരീഡ് തിരിച്ചു വരണമെന്ന് ചോദിച്ചാൽ ഇതൊഴിച്ച് വേറെ എന്തും ഓക്കെയാണ്. അപ്പോൾ R15 ഒക്കെ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 1,07,000 രൂപയായിരുന്നു അതിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ്. അപ്പോൾ ഞാൻ 1,07,000 രൂപയുടെ വണ്ടി, 1,00,000 രൂപയുടെ വണ്ടി, ഞാനിത് എന്തെങ്കിലും വാങ്ങുമോ? നമ്മളാ പടമൊക്കെ ഞാനിങ്ങനെ വെട്ടിയെടുത്ത് ഇങ്ങനെ കുളിർമയാണ്. എന്നാൽ അത്രയും കിറ്റ് കയറ്റിയൊരു വണ്ടി നാട്ടിലില്ല. നാസയിൽ അയക്കുന്ന ചന്ദ്രനിലെ മൂണിലെ പോലത്തെ ഏരിയയാണ്, വേറെ ഒന്നുമില്ല, ഫുള്ളി ഡെസേർട്ടഡ് ആണ്. ഭയങ്കര വൈഡായിട്ടൊരു ഏരിയ. അതിൽ ട്രെയിൽ എന്ന് പറയുന്നൊരു സംഭവമില്ല, നമുക്ക് കാണാനൊന്നുമില്ല. വഴി മുന്നോട്ട് സ്ഥലം കിടപ്പുണ്ട്, നമുക്ക് ഓടിക്കാം. ചോദിക്കാൻ ഒരു മനുഷ്യനില്ല, റേഞ്ചില്ല, മൊബൈലില്ല, പഞ്ചറായ തീർന്നു. വേറൊരു വണ്ടി പോലും കാണുന്നുമില്ല. അത് ഭയങ്കര പേടിയും, ഒരേ സമയം പേടിയും അതേസമയം അത്രയും അഡ്രിനാലിൻ റഷും കൂടെ തരുന്നൊരു ജേണിയായിരുന്നു. അപ്പം ഞാൻ തന്നെ പഠിപ്പിക്കാനായിട്ട് ഒരാഴ്ചയൊക്കെ മാറി നിൽക്കാറുണ്ട്. ആ ഒരാഴ്ച ഫേം റൺ ചെയ്യുമെങ്കിൽ ഞാൻ ഒരാഴ്ച ട്രിപ്പ് പോയാലും ഫേം റൺ ചെയ്യും. മോറോവർ ഇനി എത്ര തിരക്കുള്ള ആളാണെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് ഒരാഴ്ച മാറി നിന്നാൽ ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ വിശ്വാസമാണ് ഞാൻ പോയാലും ഇവിടെ എല്ലാം ഇടിഞ്ഞു വീഴുമെന്ന്. നിങ്ങൾ മരിച്ചു പോയാലും ഇവിടെ കാര്യങ്ങളൊക്കെ അതുപോലൊക്കെ തന്നെ നടക്കും. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഗൈഡ് ലൈനൊക്കെ തന്നിട്ടുണ്ട്. ആ ഗൈഡ് ലൈനിലൊന്നും നമുക്ക് കേരളത്തിൽ ഫീസ് ചാർജ് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല. ഒരു സിമ്പിൾ ITR ഫയൽ ചെയ്യാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റെക്കമെൻഡഡ് ഫീസ് 10,000 റുപ്പീസ് മറ്റുമാണ്. നാട്ടിൽ 500 രൂപയ്ക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ക്ലാസ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ആവുന്നേ ആയിക്കോ, ഒരു 5 വയസ്സിന് താഴെയുള്ള ആളെ നോക്കിയാൽ സെറ്റായിരിക്കും. നിങ്ങളുടെ ക്ലാസ്സിലുള്ള റിലേഷൻഷിപ്പൊക്കെ നോക്കിയാൽ CA കോഴ്സ് വെച്ച് പൊട്ടാനുള്ള പ്രോബബിലിറ്റി 90% ആണ് എന്ന് പറയാറുണ്ട്. ആലോചിച്ച് നോക്കുക, ഞാൻ ആദ്യം ഗൾഫിൽ പോയി, എംപ്ലോയ്മെൻറ്റ് പോയി, ഓസ്ട്രേലിയ മൈഗ്രേഷൻ ഓൾമോസ്റ്റ് സെറ്റായി, പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വന്നു, കൂടെ ടീച്ചിങ് തുടങ്ങി. അപ്പോൾ ഇത്രയും ഡൈവേഴ്സിഫൈഡ് ജോബ് ഓപ്പർച്യൂണിറ്റി തരുന്നൊരു കോഴ്സ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ടാക്സ് ലോസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ദുബായിലും അവിടെ പോയി സിമ്പിളായിട്ടുള്ള വാറ്റ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ പൂ പറിക്കുന്ന പോലെ നിസ്സാരമായൊരു കാര്യമാണ്. അപ്പം ആ ഒരു സംഗതിയുണ്ട്. ഞാൻ പഠിച്ച കാലം മുതലുള്ള എക്സ്പീരിയൻസും ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കാലത്തെ എക്സ്പീരിയൻസും വെച്ച് പറയുകയാണ്, സയൻസുകാർക്കാണ് മേ ബി ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉള്ളത്. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ ഈസി വേയിൽ സോൾവ് ചെയ്യുക, ഫാസ്റ്റായിട്ട് സോൾവ് ചെയ്യുക, ആ പ്രോബ്ലം സോൾവിങ് സ്കില്ല് അവർക്കുണ്ട്. അപ്പോൾ അത് നീറ്റൊന്നും ഒരു അറ്റംപ്റ്റ് ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത ഒരാളെ സംബന്ധിച്ച് CA ഫൗണ്ടേഷനിലോട്ട് വരുമ്പോൾ അവർക്കത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. ആ ലെവറേജ് ഡെഫിനറ്റ്ലി അവർക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യും. ഹായ് എവരി വൺ, സോ വെൽക്കം ബാക്ക് ടു അനദർ പോഡ്കാസ്റ്റ് വിത്ത് ആൻ എക്സ്പേർട്ട്. ഇന്ന് നമ്മുടെ കൂടെ സ്വാഭാവികമായിട്ടും നമ്മൾ CA, CMA, CS ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെയാണ് നമ്മളിവിടെ ഹോട്ട് സീറ്റിൽ ഇരുത്താറുള്ളത്. അപ്പോൾ അത്തരത്തിലൊരാൾ എൻ്റെ കൂടെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അസൂയയോടെ കാണുന്ന 2 കാര്യങ്ങളാണ്: യാത്ര ചെയ്യുന്ന ആൾക്കാർ, കൺസിസ്റ്റൻ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഈ 2 കാര്യങ്ങളും CA ലൈഫിനൊപ്പം കൊണ്ടുപോകുന്ന ആളുകൂടെയാണ് നമ്മുടെ കൂടെ ഉള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട ഫാക്കൽറ്റി ദിനു സാർ. അപ്പോൾ CA ദിനു സാറിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. വെൽക്കം സാർ. ഔദ്യോഗികതയുടെ പുറത്ത് വൈകി വന്ന വസന്തം എന്നൊക്കെ പറയുന്ന പോലെ വൈകി വന്ന CA ഈ പോഡ്കാസ്റ്റിൽ. കാരണം 3 വർഷമായിട്ട് നമ്മൾ 3 വർഷം മുൻപ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ CA പോഡ്കാസ്റ്റ്. അപ്പോൾ എന്തായാലും ഇതാ തോന്നുന്നു റൈറ്റ് ടൈം. അതെ, നമ്മൾ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്തു, ഒന്നും നടന്നില്ല. യെസ്, റൈറ്റ് ടൈം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഞാൻ എല്ലാ CAക്കാരോടും ആദ്യം ചോദിക്കാൻ ചോദ്യം അതാണ്: എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ഈ കോഴ്സ് എടുക്കാൻ തീരുമാനിച്ച ആ മൊമെൻറ്റ് എന്തായിരുന്നു? ഇൻസ്പിറേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ്. കുറച്ച് വിചിത്രമാണ്. ഈ കോഴ്സ് എടുക്കാനുള്ള ഇൻസ്പിറേഷൻ ഓർഗാനിക് കെമിസ്ട്രിയാണ്. എന്നെക്കൊണ്ട് തല്ലിക്കൂട്ടിയാൽ പഠിക്കാൻ പറ്റത്തില്ലെന്ന് ബോധ്യമായ നിമിഷം ഞാൻ തീരുമാനിച്ചു +2-ന് കെമിസ്ട്രി ഉള്ളൊരു കോംബോ എടുക്കില്ല. അപ്പോൾ കെമിസ്ട്രി പഠിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പം വേറെ എന്തെടുക്കും എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ കൊമേഴ്സ് എന്ന് എങ്ങനെയാണെന്നും അറിയത്തില്ല. അമ്മയാണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയോട് ഞാൻ +2 എന്തായാലും കെമിസ്ട്രി എടുക്കില്ല, സയൻസ് കോംബോ എടുക്കില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ കൊമേഴ്സ് എടുക്കാം. അപ്പോൾ ഞാൻ കൊമേഴ്സ് കഴിഞ്ഞാൽ എന്തിനു പോവാം? CAക്ക് പോവാം. അപ്പോൾ എന്താ CA എങ്ങനെ, എക്സാം എങ്ങനെയാണ്? അപ്പം അമ്മയ്ക്കും വലിയ ഐഡിയ ഒന്നുമില്ല. അമ്മ ഒരു സാധാ വീട്ടമ്മയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ കൂടെ പോയിരുന്ന് എന്തോ പഠിക്കുന്ന സംഭവമാണ്, എല്ലാ പേപ്പറും ഒന്നും ക്ലിയർ ചെയ്യണ്ട, കുറച്ച് നാളൊക്കെ കഴിഞ്ഞാൽ അവർ പൈസ തരാൻ തുടങ്ങും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മൊത്തത്തിൽ കളറാണ്. കാരണം പഠിച്ചു തുടങ്ങുമ്പോഴേ പൈസ കിട്ടും, പിന്നെ എല്ലാ പേപ്പറും ക്ലിയറും ചെയ്യണ്ട, മൊത്തം പഠിക്കുകയും വേണ്ട. അപ്പോൾ പിന്നെ അങ്ങനെ എന്തോ അടിപൊളി സംഭവമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 9ലാണ് ഓർഗാനിക് കെമിസ്ട്രി ഇൻട്രൊഡ്യൂസ് ആവുന്നത് സ്റ്റേറ്റ് സിലബസിൽ. അന്ന് ഡിസൈഡ് ചെയ്തു ഞാൻ +2 കഴിഞ്ഞാൽ CAക്ക് പോവും, കൊമേഴ്സ് എടുക്കും. അപ്പോൾ അങ്ങനെ അത് ഡിസൈഡ് ചെയ്തു. അങ്ങനെ 10th കഴിഞ്ഞു, പിന്നെ ഐഡിയ മാറ്റിയില്ല, കൊമേഴ്സ് എടുത്തു. പക്ഷേ 10th എനിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ മാർക്കുള്ള ആരും കൊമേഴ്സ് എടുക്കില്ല. അപ്പോൾ അന്ന് അതൊരു ഭയങ്കര ഓടായിരുന്നു. ഞാൻ എൻ്റെ സ്കൂളിൽ ലിസ്റ്റ് കൊടുത്തപ്പോൾ അതിൽ നമ്പർ 1 ആയിട്ട് കിടക്കുന്ന എൻ്റെ തന്നെ സെലക്ഷനാണ്. ഞാൻ ചോയ്സ് കൊടുത്ത സ്കൂളിൽ. അവിടെ ബാക്കി എല്ലാവരും ഒരു 210, 220 മാർക്ക് വരെ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ടീച്ചേഴ്സ് എന്നോട് ചോദിച്ചു, ഇതാ വേണോ, തനിക്ക് സയൻസ് അഡ്മിഷൻ കിട്ടും,
പിന്നെ എന്തിനാണ് കൊമേഴ്സ് എടുക്കുന്നത്, കൊമേഴ്സിൽ പോയി ഇരുന്നൂടെ എന്ന് വരെ പ്രഷർ ചെയ്ത് പിന്നെ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവാൻ തുടങ്ങി. ഇനി എൻ്റെ ചോയ്സ് കറക്റ്റാണോ, CA എന്ന് പറഞ്ഞ് പോവുകയാണ്, എന്താന്ന് പോലും അറിഞ്ഞുകൂടാ. ഞാൻ അന്നൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കണ്ടിട്ടുമില്ല. ആകെയുള്ള ഐഡിയ ഈ ആദ്യം അമ്മ പറഞ്ഞ സാധനമാണ്, ഇങ്ങനെ പോയാൽ ഇതാണ് കോഴ്സ്. അപ്പോൾ അങ്ങനെയാണ് സത്യത്തിൽ CA എടുക്കുന്നത്. ഓക്കെ. എന്നിട്ട് വൺസ് എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാത്രം പൊരുത്തപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നല്ല രസമായിരുന്നു. അത് ഈ പറഞ്ഞ മൊത്തം പഠിക്കേണ്ട, പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടിന് പൈസയും തരും, മൊത്തം പഠിക്കാനേ ഉള്ളൂ. ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഒട്ടും അധികം തന്നതുമില്ല. ഓക്കെ. എവിടെയാണ് ലൈക്ക് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ ഒരു പ്രായം വെച്ചിട്ട് അന്ന് ഫൗണ്ടേഷൻ ആയിരുന്നില്ല എന്ന് തോന്നുന്നു. ഫൗണ്ടേഷൻ്റെ ഇക്വലൻ്റ് ആയിരുന്നു അന്ന്. PE1 ആയിരുന്നു, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ 1. അത് 4 പേപ്പർ ഡിസ്ക്രിപ്റ്റീവാണ്. ഓക്കെ. ഇപ്പം ഡിസ്ക്രിപ്റ്റീവും ഇതും കൂടെ കോംബോ ആണല്ലോ. പണ്ട് 4 പേപ്പറും ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. പാസ്സായോ ഫസ്റ്റ് അറ്റംപ്റ്റ്? പാസ്സായി. ഓക്കെ. ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഇൻ്റർ. അപ്പം അന്ന് IPCCക്ക് മുമ്പ് ഒരു PCC എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നു. ആകെ ഒരു ഒറ്റ ബാച്ചിനെ CA ഇൻ്ററിന് മുമ്പായിരുന്നു IPCC ഉണ്ടായിരുന്നത്. അതിന് മുമ്പാണ് PCC ഉണ്ടായിരുന്നത്. ഈ PCC ആകെ വളരെ ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ ഉടനെ ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഒപ്പം ഇൻ്റർ എഴുതുക. ഫൗണ്ടേഷൻ തുടങ്ങി ആൻഡ് 18 months ആർട്ടിക്കിൾ കഴിഞ്ഞാൽ മാത്രമേ ഇൻ്റർ എക്സാം എഴുതാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ടേ ഫൈനൽ പോകാൻ പറ്റൂ. അത് ശരിക്കും ഞങ്ങൾക്കൊരു ട്രാപ്പായിരുന്നു. കാരണം നമുക്ക് ഒരു വലിയ കോച്ചിങ്ങിലോട്ട് പോകാനോ എങ്ങോട്ടും മൂവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഏറ്റവും വീടിനടുത്തുള്ളൊരു ചെറിയ ഫേം. ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കുകയും വേണമല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു അഡ്വൈസ് എന്ന് പറയുന്നത് എത്രയും ചെറിയ ഫേം എടുക്കാമോ അത്രയും ചെറിയ ഫേം എടുക്കുക. ബിക്കോസ് വർക്ക് വന്നാൽ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻ്റർ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ഫേമിൽ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു വളരെ ചെറിയ ഫേമിൽ ആർട്ടിക്കിൾഷിപ്പ് ചൂസ് ചെയ്യുന്നു, അതിനൊപ്പം ഇൻ്റർ പഠിക്കുന്നു, സാറ്റർഡേ സൺഡേ മാത്രം ക്ലാസ്സിന് പോകുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഇൻ്റർ മാനേജ് ചെയ്തു. ഗ്രൂപ്പ് വൈസ് ആണ് എഴുതിയത്. ഫസ്റ്റ് ചാൻസ് ഒരു ഗ്രൂപ്പ് കിട്ടി, അടുത്ത ചാൻസിൽ അടുത്ത ഗ്രൂപ്പ് കിട്ടി. ഓക്കെ. അങ്ങനെ ഇൻ്റർ വരെ ഇൻ്ററും ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഏറെക്കുറെ ആണെന്ന് പറയാം. ഒരു ഗ്രൂപ്പിൻ്റെ ഇത് ഉണ്ടെങ്കിലും ഗ്രൂപ്പ് എടുത്തില്ല എന്നെങ്കിലും. ഫൈനലിലേക്ക് വരുമ്പോൾ ഫൈനൽ അവിടെ കിടന്ന് തുഴഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അന്തം കുന്തമില്ലാത്ത തുഴച്ചിലായിരുന്നു. കുറേയൊക്കെ നമ്മുടെ പ്ലാനിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നു. അപ്പം ഒന്ന് ഈ ആർട്ടിക്കിൾഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആർട്ടിക്കിൾഷിപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പം ഞാൻ ചെയ്ത വളരെ ചെറിയൊരു ഫേമിലാണ്. അപ്പം ഇൻ്ററൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫൈനലൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഈ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. കാരണം വർക്ക് അറിയില്ല. ഞാൻ ചെയ്ത ഫേമിലൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. അക്കൗണ്ടിങ് വർക്കാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒന്നും കണ്ടിട്ടുകൂടിയില്ല. കമ്പനി ഓഡിറ്റ് എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് പോലും അറിയില്ല. നമ്മൾ ബുക്കിൽ പഠിക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ വലിയ എക്സ്പോഷറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ചെറിയ ഫേമിൽ ചെറിയ GST ഇല്ലാന്ന സെയിൽസ് ടാക്സ് ആണ്. അതിൻ്റെ റിട്ടേൺ ഫയലിങ്ങും ഇൻകം ടാക്സിൻ്റെ ചെറിയ റിട്ടേൺ ഫയലിങ്ങും ഒക്കെ ഉള്ളതല്ലാതെ വലിയ എക്സ്പോഷർ ഒന്നും തന്നെ ഇല്ല. അപ്പം നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യുന്ന ഇനി ഫൈനൽ തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും വലിയ ഫേമിൽ പോയി വർക്ക് ചെയ്യണം, എക്സ്പോഷർ ആക്കണം. അപ്പം ഞാൻ ആർട്ടിക്കിൾ തീർന്ന ഉടനെ പിന്നെയും വീണ്ടും വർക്ക് ചെയ്യാനായിട്ടാണ് കയറുന്നത്. ഫൈനൽ പഠിക്കാൻ മാൻഡേറ്റ് അല്ല, നിങ്ങൾ ഓൾറെഡി ചെയ്ത് ഞാൻ കഴിഞ്ഞു. പക്ഷേ വോളണ്ടറിലി ഞാൻ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളൊരു പേടി വന്നപ്പോഴത്തേക്ക് നമ്മൾ എക്സ്പീരിയൻസിന് വേണ്ടി ഒരു 1 year ഒരു CA ഫേമിൽ കയറി. എറണാകുളത്ത് വന്ന് കൊച്ചിയിലൊരു വലിയ ഫേമിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അപ്പോഴാണ് ഫൈനലിൻ്റെ ചാൻസ് തുടങ്ങുന്നത്. അപ്പോൾ ആ ചാൻസിലൊന്നും കാര്യമായ പഠിത്തം നടക്കില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പം ഫൈനൽ പഠിക്കും. അവിടെ നല്ല വർക്കുണ്ട്, നിന്ന് തിരിയാൻ പറ്റാത്ത രീതി വർക്കുണ്ട്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ടൈമേ കിട്ടത്തില്ല. അപ്പോൾ ഒരു വർഷത്തോളം അങ്ങനെ കളഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഫൈനൽ എഴുതുന്നുണ്ട്, എഴുതും തോക്കും, വീണ്ടും എഴുതും തോക്കും. അപ്പോൾ 2 ചാൻസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് രണ്ടും കൂടെ ഒത്തുപോകില്ല. അങ്ങനെ റിസൈൻ ചെയ്തിട്ട് വന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോക്കസ് ചെയ്ത് പഠിച്ചു. ആ 3rd ചാൻസിലാണ് മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്ത് പഠിക്കണേ. ആ ചാൻസും തോറ്റു. അത് കഴിഞ്ഞ് 4ാമത്തെ ചാൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു. ആ ചാൻസിൽ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായി. ഓക്കെ. അപ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഏജ് കൂടുകയാണ്. ഈ 4 ചാൻസ് എന്ന് പറയുമ്പോൾ 2 വർഷമാണ് നമ്മുടെ ഏജ്. ഓൾറെഡി നമ്മൾ എനിക്ക് ആർട്ടിക്കിൾഷിപ്പ് 3.5 വർഷമായിരുന്നു. ഇപ്പോൾ 2 വർഷമേ ഉള്ളൂ. അന്ന് 3.5 വർഷം ആർട്ടിക്കിൾഷിപ്പാണ്. ഫൗണ്ടേഷൻ ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 10-25 വയസ്സായി. പ്രായം കൂടുന്നു. അപ്പം നമുക്കൊരു ഫോൾസ് ഈഗോ ഒക്കെ അടിക്കും. നമ്മൾ എത്ര നാളിങ്ങനെ ശമ്പളം ഇല്ലാതെ പോവും, പെട്രോൾ അടിക്കാൻ വീട്ടിൽ ചോദിക്കണം. അപ്പോൾ നമുക്കൊരു വർക്ക് ചെയ്യണം, എവിടെയെങ്കിലും ജോബിന് കയറാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇൻഡസ്ട്രിയിലോട്ടാണ് പോകുന്നത്. അപ്പം CA ഫേം വിട്ടു. ഒരു കമ്പനിയിൽ, പ്രൈവറ്റ് കമ്പനിയിൽ അക്കൗണ്ട്സ് മാനേജറായിട്ട് കയറി. കൂടെ വീണ്ടും ഫൈനലിലെ പ്രിപ്പറേഷൻ തുടങ്ങി. സെയിം അവസ്ഥ റിപ്പീറ്റ്. അത് ജോലി ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ നോക്കില്ല, സമയം കിട്ടില്ല. നമ്മൾ ഒരു ചാൻസ് എഴുതി തോറ്റു, 2 ചാൻസ് എഴുതി തോറ്റു. അപ്പോൾ വീണ്ടും റിയലൈസേഷനായി ഈ പരിപാടി നടക്കില്ല, ജോബ് റിസൈൻ ചെയ്ത് വീട്ടിൽ വന്നിരുന്ന് പഠിച്ചാലേ നടക്കുകയുള്ളൂ. അങ്ങനെ നേരെ ജോബ് റിസൈൻ ചെയ്യുന്നു. 3rd ചാൻസ് വീട്ടിൽ വന്നിരുന്ന് പഠിക്കുന്നു. ആ ചാൻസും പൊട്ടി. പിന്നെ വീണ്ടും അടുത്ത ചാൻസ്. ആ 4ാമത്തെ ചാൻസിലാണ് CA ഫൈനലിൽ ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രഷർ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ബാക്ക് സൈഡ് സ്റ്റോറി. നമ്മുടെ നാടാണല്ലോ. അപ്പോൾ അയ്യോ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നമുക്ക് സ്വയം തോന്നുന്ന ഇൻസെക്യൂരിറ്റി, പുറമേ നിന്ന് നാട്ടുകാർ, ബന്ധുക്കൾ തുടങ്ങിയ പരിപാടികൾ. നാട്ടുകാരുടെയൊക്കെ കാര്യം പറയുമ്പോൾ എൻ്റെ അച്ഛൻ അറിയില്ല ഞാൻ എത്ര ചാൻസ് എടുത്തു.
പക്ഷേ എൻ്റെ വീട്ടിലപ്പുറത്തെ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടനറിയാം ഞാൻ എത്ര ചാൻസ് എടുത്തു. ഓരോ മെയ് നവംബർ ആകുമ്പോൾ ചോദിക്കും, ദിനുവേ പാസ്സായോ? ഇല്ല. പാസ്സായില്ല. ദിനുവേ പാസ്സായോ? ഇല്ല. അപ്പോൾ ആദ്യമൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു, ആർട്ടിക്കിൾ ചെയ്യുകയാണ്, ഇനി 3 വർഷം കഴിഞ്ഞേ ഉള്ളൂ, ഇൻ്റർ പാസ്സായി. അപ്പോഴൊക്കെ നമുക്കൊരു ഹൈപ്പ് ഉണ്ട് നാട്ടിൽ, CA ചെയ്യുന്നു, അവൻ ഇൻ്റർ വരെ കഴിഞ്ഞു, ഇപ്പോൾ ഏതോ CA ഫേമിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോഴൊക്കെ നമുക്കൊരു മൈലേജ് ഉണ്ട്. ഇത് കഴിഞ്ഞ് ഫൈനൽ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇത് പോയി. ഓരോ ചാൻസ് കഴിയുമ്പോഴും ഇവർ ചോദിക്കും, പാസ്സായോ? ഇല്ല. തോറ്റു. പാസ്സായോ? തോറ്റു. പിന്നെ നമ്മൾ വീടിന് വെളിയിൽ ഇറങ്ങത്തില്ല, അധികാരം കാണാൻ നിൽക്കില്ല. സന്ധ്യ മയങ്ങിയ നേരത്താണ് നമ്മൾ പുറത്തിറങ്ങുക. കല്യാണങ്ങൾക്ക് പോവില്ല, ഫംഗ്ഷന് പോവില്ല, പരമാവധി എവിടെന്നെങ്കിലുമൊക്കെ ഉൾവലിഞ്ഞ് നടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നടക്കാൻ നോക്കും. ചോദ്യമാണ് ബേസിക്കലി പ്രശ്നം. ഫാമിലി തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു ഫെയിലിയറിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ സപ്പോർട്ട്? ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബ്രദർ അന്ന് വർക്കിംഗ്. ഞങ്ങൾ പറഞ്ഞു ഓൾറെഡി നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ലോ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഭയങ്കരമായിട്ട് അത്യാവശ്യം സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന പീരീഡാണിത്. അപ്പം ആ ഒരു റീസൺ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ ഇടയ്ക്ക് തീരുമാനിക്കുന്നത്. കാരണം നമുക്ക് കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ നോക്കില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണമല്ലോ എന്നുള്ളൊരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്യാനും കൂടെ തീരുമാനിക്കുന്നത്. ബട്ട് സ്റ്റിൽ ആ സമയത്ത് എനിക്ക് ജോബ് റിസൈൻ ചെയ്യാൻ പറ്റുന്നത് ആ സമയമായപ്പോഴത്തേക്ക് എൻ്റെ ബ്രദർ ഗൾഫിൽ പോയി. പുള്ളിക്കൊരു ജോബായി, ചെറിയ ജോബാണ്, വലിയ ഗൾഫ് എന്ന് പറയാം എന്നുള്ളതേ ഉള്ളൂ. അതിനെക്കൊണ്ടുള്ള സാലറി ഒന്നുമില്ല. ഞാനിപ്പോൾ ആലോചിക്കും, അന്ന് അവന് കിട്ടിയ സാലറിയിൽ അവൻ അവിടെ സർവൈവ് ചെയ്ത് പ്ലസ് വീട്ടിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ അയക്കുന്നുണ്ട്. അത് എനിക്ക് ജോലി കിട്ടിയപ്പം ഒരു മാസം പുട്ടടിക്കുന്ന പൈസയാണ് അന്നത്തെ അവൻ്റെ സാലറി എന്ന് പറയാം. അപ്പോൾ ആ ലെവലിൽ നമുക്ക് ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് വീട്ടിൽ. പക്ഷേ സ്റ്റിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് കിട്ടിയിട്ട് വേണം നമുക്കിതൊന്ന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ നല്ല ലോകമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ അത് വിശ്വസിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കഴിയും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നല്ല കാലം ഉണ്ട് എന്നുള്ളൊരു സാധനം. അപ്പം മീൻവെയിൽ നമുക്ക് ഈ ജോബ് ഓഫറൊക്കെ വരാൻ തുടങ്ങും. എത്രയായാലും നമ്മൾ നൗക്കറിയിലും ഇതിലൊക്കെ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അതിലൊക്കെ ഓരോ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ വരും. അപ്പോൾ ഈ സിറ്റുവേഷൻ കാണുമ്പോഴും അത് വേണ്ട എന്ന് വെക്കാനുള്ളൊരു പ്രഷർ ഭയങ്കരമാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇടയ്ക്ക് ജോലിക്ക് പോയാൽ ഇത് നടക്കില്ല, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഞാൻ 8 ചാൻസാണ് ഫൈനലിൽ എടുക്കുന്നത്. 8 ചാൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം 4 വർഷമാണ്. അത് ഈ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ടാണ്. ഞാൻ ക്വാളിഫൈ ചെയ്യുന്ന 27ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഒരു മെയിനായിട്ട് 25 മുതൽ 27 വയസ്സ് വരെയുള്ള ഒരു 2 വർഷക്കാലം ഹൊറിബിളാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി വേറെ ഏത് പീരീഡ് തിരിച്ചു വരണമെന്ന് ചോദിച്ചാൽ ഇതൊഴിച്ച് വേറെ എന്തും ഓക്കെയാണ്. ഈ ദുരന്തം കേൾക്കാനുള്ള താല്പര്യം കൊണ്ടല്ല, പക്ഷേ ഈ ഒരു കോഴ്സ് പെർസ്യൂ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്കുണ്ടായിട്ടുള്ളൊരു എക്സ്ട്രീം കേസുകൾ കേട്ട് ഇത് ഇവർ ഓവർകം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ടാവും. ഈ ഒരു ഫേസിൽ സാർ ഏറ്റവും കൂടുതലൊരു പെയിൻ അനുഭവിച്ചിട്ടുള്ള മൊമെൻ്റ് ഏതായിരിക്കും എന്ന് വെച്ചാൽ ഏതായിരിക്കും? അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിച്ച മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഓരോ ചാൻസും നമ്മുടെ പ്രതീക്ഷയാണ്. ഈ ചാൻസ് നമ്മൾ ക്ലിയർ ആക്കും. നമ്മൾ അത്യാവശ്യം നല്ല എഫേർട്ട് ഇടാഞ്ഞിട്ടല്ല, പഠിക്കാഞ്ഞിട്ടല്ല, നമ്മൾ ഇടാൻ പറ്റുന്നതിൻ്റെ അങ്ങേറ്റത്തെ എഫേർട്ട് ഇടുന്നുണ്ട്. വീട്ടുകാരെ മൊത്തം കൺവിൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ ബ്രദർ ഗൾഫിലുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുന്നുണ്ട്, വിസിറ്റ് വിസ എടുത്ത് തരാം, വീട്ടിൽ ജോബ് കയറാൻ നോക്കാം. അപ്പം ഞാൻ ഒരു ചാൻസ് ഇങ്ങനെ കടിച്ചു, ഈ ചാൻസ് കഴിഞ്ഞാൽ നമുക്ക് ഗൾഫിൽ പോകാം. അപ്പം ഞാൻ ഗൾഫിൽ പോകാൻ ഓക്കെയാണ്, ക്വാളിഫൈ ചെയ്തതിന് ശേഷം പോകാം. കാരണം പോയാൽ പിന്നെ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു ചാൻസ് കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ ചാൻസ് പറയുമ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ 4+3 7ാമത്തെ ചാൻസാണ്. ഈ 7ാമത്തെ ചാൻസിൽ നമ്മൾ പറയുന്നുണ്ട് ഈ ചാൻസ് 100% നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ പോവും, ജോബിന് പോകാം എന്ന് വിചാരിച്ച് റിസൾട്ട് വരുന്നു, തോക്കുന്നു. അതും അഗ്രിഗേറ്റ് ഇല്ല, അല്ലെങ്കിൽ ചെറിയ മാർക്കിന് പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് തോക്കുകയും ചെയ്യുന്നത്. ലോകം അസ്തമിക്കുന്ന പോലെ തോന്നും. നമുക്കിനി ഒന്നും ചെയ്യാനില്ല, കാരണം അപ്പുറത്തൊരു ഹോപ്പില്ല. ഇനി ഇതിക്കുള്ളൊരു എക്സ്ക്യൂസ് പറയാനില്ല. നമ്മളെ ആരും വിശ്വസിക്കാത്തൊരു സമയമാവും. ഞാൻ പാസ്സാവും, ഇനി ഒരു ചാൻസ് കൂടെ. അപ്പം നമുക്ക് ചോദിക്കാൻ തന്നെ മടിയാണ്. ഇനി ഒരു ചാൻസ് കൂടെ ഞാൻ എഴുതിയിട്ട് ഞാൻ പുറത്ത് പോവാം എന്ന് ചോദിക്കാൻ നമുക്ക് തന്നെ ഒരു മടി വരുന്നൊരു സമയമുണ്ട്. പക്ഷേ നമ്മൾ ചോദിക്കും. കാരണം ഈ CA ചെയ്തവനെ സംബന്ധിച്ച് അറിയാം, അവർക്ക് ഇത് അവസാനമാണ്. കാരണം ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തിയാൽ ഈ കോഴ്സ് കഴിഞ്ഞു, ഞാൻ ഈ ഇട്ട 7 വർഷം വേസ്റ്റായി പോവുക എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്തായാലും ഫൈനൽ പിന്നെ ക്വാളിഫൈ ചെയ്യാൻ, പിന്നെ ഒരു ജോബൊക്കെ പോയി, പിന്നെ മേ ബി പറ്റുമായിരിക്കാം. ജോബിന് പോയവരാരും തിരിച്ചു വന്ന് CA ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നൊന്നും പറയണില്ല, പക്ഷേ പറ്റുമായിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കാൻ കൂടി വയ്യ. അപ്പോൾ ഒരു ചാൻസും കൂടെ എഴുതാം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു മൊമെൻ്റ്, അതൊക്കെയാണ് വല്ലാത്തൊരു മൊമെൻ്റ് എന്ന് പറയാം. ലാസ്റ്റ് ആ ഫൈനലിലെ അവസാന ഗ്രൂപ്പും പാസ്സാവുന്നൊരു മൊമെൻ്റ് ഉണ്ടാവുമല്ലോ, റിസൾട്ട് നോക്കുന്നു, ഇതുവരെ കാണാത്ത വിജയം കാണുന്നു. ആ മൊമെൻ്റ് എങ്ങനെയായിരുന്നു? ഭീകരമാണ്. നിലവിളിച്ചു പോവുകയാണ്. അമ്മ അവിടെ ഇരുന്ന് സൈഡിൽ കരയുന്നു, റിസൾട്ട് അറിഞ്ഞിട്ട് കരയുന്നു, ഞാൻ കരയുന്നു. നമ്മൾ എന്താ പറയുക, ലോകത്തും ഭൂമിയിലും അല്ലാത്തൊരവസ്ഥയായിരിക്കും. വല്ലാത്ത മൊമെൻ്റാണ്. കഴിഞ്ഞു. നമുക്ക് എന്തോ പറയുക, ഒരു 500 കിലോ ലോഡ് തലയിൽ വെച്ച് തന്നവൻ അതൊന്ന് ഇറക്കി വെക്കുമ്പം കിട്ടുന്നൊരു ആശ്വാസം അത് തന്നെ ആയിരിക്കും. ഓക്കെ. ഈ ആഫ്റ്റർ ഇത് ക്വാളിഫൈ ചെയ്തതിന് ശേഷം
പ്രൊഫഷനിലൊക്കെ വന്നതിന് ശേഷം നമുക്കൊരു നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങുന്നു. അതിന് മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന് ശേഷം ക്വാളിഫൈഡ് ആയതിനു ശേഷം നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങുന്നത് വേറൊരു ഫീലാണല്ലോ. അപ്പം എനിക്കറിയാം നമ്മുടെ ട്രിപ്പിൾ ഐയിൽ ഒരുപാട് വണ്ടിപ്രാന്തന്മാരുണ്ട്. അപ്പോൾ അതിലൊരാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. സാറിൻ്റെ ബൈക്ക് ഞാനെപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ നോക്കാറുണ്ട്. ഈ വെയിറ്റും താങ്ങി നിങ്ങൾ എങ്ങനെ നിങ്ങൾ ജിമ്മിന് പോകുന്നതിന് ബൈക്ക് ഓടിക്കാനാണോ എനിക്ക് സംശയമുണ്ട്. അപ്പം ടൈഗറിൻ്റെ ഒരു വണ്ടിയുണ്ട്. എത്ര വരും അതിന്? പുതിയത് 10-25 ലക്ഷം രൂപ വരും. ഞാൻ സെക്കൻഡ് എടുത്തതാണ്. ശരി, എന്തായാലും ഇതുകൊണ്ട് ഹിമാലയം ലേയിലൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയാം. അപ്പം ആ ബൈക്കൊക്കെ വാങ്ങുന്നത് ഇത് പണ്ട് മുതലേ ഇതിൻ്റെ ഒരു പാഷൻ ഉണ്ടായിരുന്നു. അതായത് തീർച്ചയായും ഞാൻ ആക്ച്വലി എന്നെ അച്ഛൻ ബൈക്ക് പഠിപ്പിക്കുന്നത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ വെച്ചാൽ പഠിപ്പിക്കുന്നവരുടെ ലൈസൻസ് ഒക്കെ കട്ട് ചെയ്യും. പക്ഷേ അന്നത്തെ കാലത്ത് അച്ഛനൊരു സ്പ്ലെൻഡർ ഉണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ വീട്ടിൽ ബൈക്കുണ്ട്. അച്ഛന് ബൈക്കുണ്ട്. ആദ്യം ഒരു പഴയ ഹീറോയുടെ സ്ലീക്ക്, പിന്നെ CD100, കാവസാക്കിയുടെ KB100, പിന്നെ സ്പ്ലെൻഡർ. കുറേ നാൾ അച്ഛൻ പിന്നെ സ്പ്ലെൻഡർ ഓടിച്ചു. അച്ഛൻ്റെ സ്പ്ലെൻഡർ 1,30,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അച്ഛൻ മാത്രം എക്സ്ക്ലൂസീവ്ലി ഷോർട്ട് റൈഡ് പോയതാണ്. അപ്പോൾ അച്ഛൻ എന്നെ 6ാം ക്ലാസ്സിലൊക്കെയാണ് ബൈക്ക് പഠിപ്പിക്കണേ. അപ്പം ബൈക്കിനോടൊരു ക്രേസ് അന്ന് പോലെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് കൊട്ടാരക്കരയാണ് എൻ്റെ സ്വന്തം സ്ഥലം. അപ്പോൾ ശബരിമലയിൽ പോവും, എല്ലാ മാസമൊക്കെ പോവും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അവിടെ നിന്ന് ഒരു 2-2.5 hours ജേണിയേ ഉള്ളൂ. ഞങ്ങൾ ബൈക്കിൽ സ്ഥിരമായിട്ട് മലയ്ക്ക് പോകാറുണ്ട്. അതാണ് നമ്മുടെ ഒരു ഭയങ്കര ക്രേസി ആയിട്ടുള്ളൊരു യാത്ര എന്ന് പറയുന്നത്. ബൈക്കിൽ ആദ്യമായിട്ടൊരു ട്രിപ്പ് പോകുന്ന മൂഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മലയ്ക്ക് പോകുന്നതാണ്. കാട്ടിക്കൂടുള്ള യാത്ര, അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അതാണ് ശരിക്കും ഇൻസ്പിറേഷൻ. അത് തുടക്കം മുതലേ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ അച്ഛൻ എനിക്ക് വണ്ടി ഓടിക്കാൻ തരും. ഒരു പത്തനംതിട്ടയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കാടാണ്, പോലീസുകാരും ഇല്ല. അപ്പോൾ അച്ഛൻ അവിടെ മുതൽ ശബരിമല വരെ, പമ്പ വരെയൊക്കെ ഓടിക്കാൻ തരും, തിരിച്ചു തരും. അപ്പോൾ ലോങ് റൈഡ് ഞാൻ ഏകദേശം ഒരു 9ാം ക്ലാസ് മുതലൊക്കെ ലോങ് റൈഡ് പോയി തുടങ്ങി. അപ്പോൾ അന്ന് മുതൽ അത് രക്തത്തിലുണ്ട്. അപ്പോൾ പിന്നെ ബൈക്കിനോടും ഭയങ്കര ഹയർ CC ബൈക്കിനോടൊക്കെ നമ്മൾ ആദ്യം പോലെ അന്നത്തെ മാഗസിൻസ് ഉണ്ടല്ലോ, നമ്മുടെ കാറ്, ഓട്ടോ കാറ്, ഫാസ്റ്റ് ട്രാക്കൊക്കെ പിന്നെ വന്നു, ഓട്ടോ കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ പിക്ചേഴ്സ് കട്ട് ചെയ്ത് വെക്കും. നല്ല വലിയ വണ്ടികളെ പറ്റി അന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ വലിയ സ്പോർട്സ് ബൈക്കുകളെ പറ്റിയൊന്നും അറിയില്ല. ഉള്ള ബൈക്കുകൾ നമ്മളെടുത്ത് വെക്കും. ആദ്യമായിട്ടാണ് അന്ന് R15 റിലീസ് ചെയ്യുന്നത്. അപ്പോൾ R15 ഒക്കെ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 1,07,000 രൂപയായിരുന്നു അതിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ്. അപ്പോൾ ഞാൻ 1,07,000 രൂപയുടെ വണ്ടി, 1 ലക്ഷം രൂപയുടെ വണ്ടി, ഞാനിത് എന്തെങ്കിലും വാങ്ങുമോ? നമ്മളാ പടമൊക്കെ ഞാനിങ്ങനെ വെട്ടിയെടുത്ത് ഇങ്ങനെ കുളിർമയാണ്. എന്നാൽ അത്രയും കിറ്റ് കയറ്റിയൊരു വണ്ടി നാട്ടിലില്ല. R15 ഇറങ്ങുമ്പോൾ അത്രയും ഫെയറിംഗ് ഉള്ളൊരു വണ്ടി വേറെ ഇല്ല. അപ്പോൾ R15 ഒക്കെ ബ്ലൂ കളർ വണ്ടിയൊക്കെ നമ്മളിങ്ങനെ നോക്കി ഭയങ്കര കൊതിയോടെ നോക്കിയിരുന്നൊരു സമയമുണ്ട്. അപ്പം അപ്പോഴും നമ്മൾ മനസ്സിൽ ജീവിതത്തിൽ നമുക്കൊന്നും എടുക്കാൻ ഒക്കും തോന്നണില്ല. 1 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങാമെന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത സാധനം. അപ്പോൾ അങ്ങനെ അന്ന് ബൈക്കിനോടുള്ള ക്രേസ് അന്ന് പോലെ ഉണ്ട്, ബൈക്കിനോടുള്ള ഇഷ്ടമുണ്ട്. പിന്നെ നമ്മൾ ജോബിന് കയറി ഏൺ ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ബൈക്ക് വാങ്ങണം എന്നുള്ളതായി. അപ്പോൾ ആദ്യം ഞാൻ വാങ്ങിയതൊരു GS 310 ആണ്, നമ്മുടെ BMW GS 310 ആണ്. അപ്പോൾ അന്ന് അഡ്വഞ്ചർ ബൈക്കിനോടാണ് ഇപ്പോൾ ഇതൊക്കെ ഒരു ക്രേസ് തോന്നി തുടങ്ങി. അന്ന് വന്ന വണ്ടി അതായിരുന്നു. അങ്ങനെ ഞാൻ ഗൾഫിൽ നിന്നൊരു 2 years കഴിഞ്ഞ്, ഞാൻ ആദ്യം ഗൾഫിലാണ് ജോബിന് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉടനെ ആദ്യം സ്വന്തമാക്കിയത് GS ആണ്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്ഗ്രേഡ് ചെയ്യണം തോന്നി. കുറച്ചും കൂടെ ബെറ്റർ, കുറച്ചുകൂടെ പവേർഡ് ആയിട്ടുള്ള സ്പോർട്സ് ബൈക്ക് വേണം, മീൻസ് അഡ്വഞ്ചർ ബൈക്ക് വേണം. അങ്ങനെയാണ് ടൈഗറിലോട്ടൊക്കെ എത്തുന്നത്. ഓക്കെ, സാറ് വണ്ടി കൊണ്ട് പോയിട്ടുള്ള എന്താ പറയുക ട്രിപ്പുകൾ, അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് റൈഡ് ഏതായിരുന്നു? ഏറ്റവും എക്സൈറ്റിംഗ് റൈഡ് ഏതായിരുന്നു? ലോങ് ഇവിടുന്ന് കാശ്മീർ പോയിട്ടുണ്ട്, ലേ പോയിട്ടുണ്ട്, ഉമിംഗ്ല ചെയ്തിട്ടുണ്ട്. വേൾഡ്സ് ഹൈയസ്റ്റ് മോട്ടറബിൾ റോഡാണ് ഉമിംഗ്ല. ഏറ്റവും ക്രേസി ആയിട്ട് എനിക്ക് തോന്നിക്കുന്നു നമുക്ക് ഈ ഉമിംഗ്ല പോകുമ്പോൾ നമുക്ക് 2 റൂട്ടിൽ പോകാം. അതിൻ്റെ ബേസ് ഹാൻലേ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഈ ഹാൻലേ നിന്നാണ് ഉമിംഗ്ല നമ്മൾ പോകുന്നത്. 2 റൂട്ടുണ്ട്, ഒന്ന് ടാറിട്ട റോഡും 2 ഓഫ് റോഡും. അപ്പോൾ നമ്മൾ എല്ലാവരും എടുക്കുക, ഒരു റൂട്ടിൽ കൂടെ പോയി മറ്റേ റൂട്ടിൽ കൂടെ ഇറങ്ങും. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് വഴിയാണ് പോകുന്നത്, തിരിച്ച് പ്രോപ്പർ വെയിലാണ് ഇറങ്ങുന്നത്. അവിടെ ഗൂഗിൾ മാപ്പില്ല, ലൊക്കേഷനില്ല, റോഡില്ല, ട്രെയിലില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ജസ്റ്റ് പോയാൽ മതി, ട്രെയിൽ തെളിഞ്ഞിട്ടുണ്ടാവും, അത് നോക്കി പോവാം. ഞങ്ങൾ പോകുമ്പോൾ ആ സമയത്ത് വേറൊരാളില്ല. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, 2 വണ്ടിയിൽ പോകുന്നു. ഈ 2 വണ്ടിയിൽ പോകുന്നു. കുറച്ചൊന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മുടെ നാസയിൽ അയക്കുന്ന ചന്ദ്രനിലെ മൂണിലെ പോലത്തെ ഏരിയയാണ്, വേറെ ഒന്നുമില്ല, ഫുള്ളി ഡെസേർട്ടഡ് ആണ്. ഭയങ്കര വൈഡായിട്ടൊരു ഏരിയ. അതിൽ ട്രെയിൽ എന്ന് പറയുന്നൊരു സംഭവമില്ല, നമുക്ക് കാണാനൊന്നുമില്ല. വഴി മുന്നോട്ട് സ്ഥലം കിടപ്പുണ്ട്, നമുക്ക് ഓടിക്കാം, ചോദിക്കാൻ ഒരു മനുഷ്യനില്ല, റേഞ്ചില്ല, മൊബൈലില്ല, പഞ്ചറായ തീർന്നു, വേറൊരു വണ്ടി പോലും കാണുന്നുമില്ല. അത് ഭയങ്കര പേടിയും, ഒരേ സമയം പേടിയും അതേസമയം അത്രയും അഡ്രിനാലിൻ റഷും കൂടെ തരുന്നൊരു ജേണിയായിരുന്നു. പിന്നെ ടൈഗർ കൊണ്ടാണ് വെച്ച് പൊളിക്കാം. റോഡ് നല്ലതാണ്, മീൻസ് നിരപ്പായ റോഡില്ല, ബട്ട് ഓഫ് റോഡ് ആണെങ്കിലും നിരപ്പാണ്. നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് നല്ല ഫുൾ സ്വിങ്ങിൽ എടുത്തിട്ട് പോകാൻ പറ്റും. 2 പേരും കൂടെ വെച്ച് പൊളിക്കുക തന്നെ. ഇടയ്ക്ക് മറ്റേ അവിടുത്തെ ഒരു കോവർ കഴുത പോലത്തെ ഒരു ജീവി ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോകുന്നതാണ്, ചിയാങ് എന്നോ മറ്റോ ആണ് പേര്, ഓർക്കുന്നില്ല.
അപ്പോൾ അതിങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ വേറെ പക്ക വേറൊരു ലോകത്തെത്തിയ ഫീലായിരുന്നു. അതൊരു 2 മണിക്കൂറോളം ഈ ഓഫ് റോഡ് ജേണി ഉണ്ട്. ഈ സമയത്ത് ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല, വഴി ചോദിച്ചിട്ടില്ല. ഞങ്ങൾ മുന്നോട്ട് കാണുന്ന ദിക്കിലങ്ങ് ഓടിക്കുകയാണ്. അതായത് പോകുന്ന വഴി കറക്റ്റാണോ, തെറ്റി എവിടെയെങ്കിലും പോയി പെട്ടുപോവോ ഒന്നും അറിയില്ലായിരുന്നു. റൈഡ് ചെയ്ത് കുറേ പോയി കഴിഞ്ഞപ്പോൾ ഒരു മയിൽക്കുറ്റി കിട്ടി. അതിൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. എഗെയിൻ ഒരു 2 കിലോമീറ്റേഴ്സോ 3 കിലോമീറ്റേഴ്സോ. അത് കഴിഞ്ഞിട്ടാണ് ഒരു മനുഷ്യനെ കാണുന്നത്. ആ ഒരു 3 മണിക്കൂർ വേറെ ലെവലാണ്. ഈക്വലി പേടിയാവും, ബട്ട് അത്രയും അഡ്രിനാലിൻ റഷും കൂടെ കിട്ടിയൊരു ജേണിയായിരുന്നു അത്. ഈ ചാർട്ടേഡ് അക്കൗണ്ട് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുടിച്ച ജീവിതമാണ്. പഠിത്തത്തിൻ്റെ കാലഘട്ടം വേറൊരു സ്ട്രെസ്സ് ഉള്ള ഒരു കാലഘട്ടം. ഇത് കഴിഞ്ഞാലും ഭയങ്കര സ്ട്രെസ്സായിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇത് കാണുന്ന കുറേ ആൾക്കാർ. അപ്പം സാർ ഇപ്പോൾ ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടാണ്, ഒരു ഫേം ഉണ്ട്, അധ്യാപകനാണ്, ഇതിനിടയ്ക്ക് ഇപ്പോൾ ട്രിപ്പ് പോകുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് താങ്കളുടെ ഒരു ജീവിതം മൊത്തത്തിൽ സ്ട്രെസ്സ് എത്രമാത്രം ഉണ്ട്? ഉണ്ടാവും എന്നറിയാം, എത്രമാത്രം ഉണ്ട്? ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്സാണോ? എന്താണ് നമ്മൾ ലൈഫും കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ? സ്ട്രെസ് ഓഫ് കോഴ്സ് കൂടെ ഉണ്ടാവും. ഡെഫിനറ്റ്ലി നമ്മൾ സ്ട്രെസ് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളൊന്നും ചെയ്യാതിരിക്കണം. അപ്പം എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി അതുമായി റിലേറ്റഡ് ആയ സ്ട്രെസ് ഉണ്ടാവും. നമുക്ക് ഫാമിലി മാനേജ് ചെയ്യണം, ഓഫീസ് മാനേജ് ചെയ്യണം, ഇതിൻ്റെ ഇടയ്ക്ക് ടീച്ചിങ് കൊണ്ടുപോകണം, ഇതിനിടയ്ക്ക് എനിക്ക് യാത്ര പോകണം. ആ യാത്ര തന്നെ കുടുംബമായിട്ട് പോകണം, ഒറ്റയ്ക്ക് പോകണം, ഫ്രണ്ട്സായിട്ട് പോകണം, അങ്ങനെ പല യാത്രകളുമാണ്. ഇതിനെല്ലാത്തിനും കൂടെ സമയം നമുക്കാകെ ഈ 27 മണിക്കൂറേ ഉള്ളൂ. അപ്പം ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ എങ്ങനെ നോക്കിക്കാണുന്നു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ള അത്രയും വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ലൈഫാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. കുറച്ചും കൂടെ ബാലൻസ്ഡ് ലൈഫ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. അപ്പം നമ്മുടെ തിരക്കും ഇതും പ്രയോറിറ്റീസും ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഓഫീസിൽ ഡെഫിനറ്റ്ലി തിരക്കുണ്ടാവും, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ വർക്ക് ഡെലിഗേറ്റ് ചെയ്യാം, സ്റ്റാഫിനെ ഇത് ചെയ്യാം. അപ്പോൾ ചിലരുടെ പോളിസി ഉണ്ട്, എല്ലാം സ്വയം ചെയ്താലേ ശരിയാവും, മൊത്തം വർക്ക് ഞാൻ തന്നെ നോക്കണം. കാരണം സൈൻ ചെയ്യുന്നതാണ്, റിസ്ക് ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാം 100% ഞാൻ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തതിന് ശേഷം അത് ഫൈനലൈസ് ആവൂ എന്ന് ചിന്തിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ട്. അവരെ സംബന്ധിച്ച് ഒരിക്കലും സമയം തികയാൻ പോകുന്നില്ല. നമുക്ക് പക്ഷേ കുറച്ചും കൂടെ സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്യാം, അവർക്ക് വർക്ക് ഡെലിഗേറ്റ് ചെയ്യാം, മൈക്രോ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. ഓഫീസിൽ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് പകുതിയോളം നമുക്ക് ഫ്രീ ആവാൻ പറ്റും. അപ്പം ഞാൻ തന്നെ പഠിപ്പിക്കാനായിട്ട് ഒരാഴ്ചയൊക്കെ മാറി നിൽക്കാറുണ്ട്. ആ ഒരാഴ്ച ഫേം റൺ ചെയ്യുമെങ്കിൽ ഞാൻ ഒരാഴ്ച ട്രിപ്പ് പോയാലും ഫേം റൺ ചെയ്യും. അപ്പോൾ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഞാൻ എൻ്റെ ആബ്സെൻസിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതിനും അതെങ്ങനെ ഞാൻ വെരിഫൈ ചെയ്യണം എന്നുള്ളതിനൊരു സിസ്റ്റം ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിസ്റ്റം ഡ്രിവൺ ആയിട്ട് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരാഴ്ച മാറി നിൽക്കാം. മോറോവർ ഇനി എത്ര തിരക്കുള്ള ആളാണെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് ഒരാഴ്ച മാറി നിന്നാൽ ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ വിശ്വാസമാണ് ഞാൻ പോയാൽ ഇവിടെ എല്ലാം ഇടിഞ്ഞു വീഴുമെന്ന്. നിങ്ങൾ മരിച്ചു പോയാലും ഇവിടെ കാര്യങ്ങളൊക്കെ അതുപോലൊക്കെ തന്നെ നടക്കും. അതുകൊണ്ട് ലൈഫിനെ നിങ്ങളുടെ ചോയ്സാണ് എന്ത് വേണം എന്നുള്ളത്. ലൈഫ് ബാലൻസ് ആക്കണമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ആ ഡിസിഷൻ എടുക്കണം. ഞാൻ മാറി നിന്നാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നൊരു ഡിസിഷൻ എടുത്താൽ അത് നടക്കും. ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്നും ഒരു ഓൺട്രപ്രണർ മൈൻഡ് സെറ്റിലേക്ക് ഒരു CA ഫേമൊക്കെ നടത്തുന്ന ആൾ മാറിക്കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചുകൂടി നന്നാവുന്നതാണ്. തീർച്ചയായും അതെ. അപ്പം അതിന് ആർട്ടിക്കിൾഷിപ്പ് സമയത്ത് എക്സ്പീരിയൻസ് സഹായിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ഫേംസ് തുടങ്ങിയ സമയത്തോ അല്ലെങ്കിൽ ഈവൻ നൗ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് ഭയങ്കര വീക്കായിരുന്നു. ഞാൻ വളരെ ചെറിയൊരു ഫേമിലാണ് ചെയ്തത്. മാത്രമല്ല ഞങ്ങൾ അതിൻ്റെ ഫൈനലൈസേഷൻ ആസ്പെക്റ്റ് കണ്ടിട്ടില്ല. ഒരു ഫേം എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിന് ഫീസ് എത്ര ഇടണം നമുക്കറിയില്ല. നമ്മൾ പോകുന്നു, നമ്മുടെ വർക്ക് ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഭാഗത്ത് നമ്മൾ പകച്ചു പോകും. ഒന്നാമത്തെ കാര്യം, ഒരു വർക്കിന് എത്ര ഫീസ് ഇടണം, ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഗൈഡ് ലൈനൊക്കെ തന്നിട്ടുണ്ട്. ആ ഗൈഡ് ലൈനിലൊന്നും നമുക്ക് കേരളത്തിൽ ഫീസ് ചാർജ് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല. ഒരു സിമ്പിൾ ITR ഫയൽ ചെയ്യാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റെക്കമെൻഡഡ് ഫീസ് 10,000 റുപ്പീസ് മറ്റാണ്. നാട്ടിൽ 500 രൂപയ്ക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്. 2,000 റുപ്പീസാണ് ഒരു ആവറേജ് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗൈഡ് ലൈൻ 10,000 റുപ്പീസാണ്. ആ ഗൈഡ് ലൈനിലൊന്നും ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തന്നെ അറിയില്ല എത്രയാണ് ഫീസ് ഇടേണ്ടത്. കാരണം നമ്മൾ വർക്ക് ചെയ്ത ഫേമിൽ എത്രയാണ് ഫീസ് ഇട്ടതെന്ന് നമ്മളാരും കണ്ടിട്ടില്ല. അവർ അവിടെ ചെയ്യുന്നു, ബാക്ക് എൻഡിൽ കാര്യങ്ങൾ നടക്കുന്നു, നമുക്കറിയില്ല. അപ്പം ഫീസ് ഇടുന്നത് മുതൽ ക്ലയൻറ്റിനോട് എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതെല്ലാം കൺഫ്യൂഷനാണ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ മെയിൻ ഒരു ചലഞ്ച് നമ്മൾ ഈ ലിറ്റിഗേഷൻസ് എടുക്കുമ്പോഴാണ്. അതായത് നോട്ടീസിന് റിപ്ലൈ, ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ ഫ്രണ്ടിൽ പോവുക. ആർട്ടിക്കിൾഷിപ്പ് സമയത്ത് ഇതൊന്നും നമുക്ക് എക്സ്പോഷർ കിട്ടില്ല. ചാർട്ടേഡ് അക്കൗണ്ട്സ് ഒരിക്കലും നമ്മളെ കൊണ്ടുപോകാറില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഈ ഓഫീസറെ കാണാൻ പോകുമ്പോൾ എന്ത് അപ്രോച്ചാണ് എടുക്കേണ്ടത്, പുള്ളിയോട് എന്തായിരിക്കണം എൻ്റെ ബോഡി ലാംഗ്വേജ്, അതോറിറ്റി കാണിക്കണോ, ബെഗ് ചെയ്യണോ, ഇതൊന്നും നമുക്ക് അറിയില്ല. ഇതൊക്കെ പ്രാക്ടീസിൽ ട്രയൽ ആൻഡ് എററിൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന സംഗതികളാണ്. എന്ത് ബോഡി ലാംഗ്വേജ് അവിടെ വർക്കാവും, ഒരാളോട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എനിക്ക് ആർട്ടിക്കിൾഷിപ്പ് മീൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഐഡിയലി ഇതൊക്കെയാണ് കിട്ടേണ്ടത്. ഒരാൾ ആർട്ടിക്കിൾഷിപ്പ് സമയത്ത് എസ്പെഷ്യലി പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് എങ്ങനെ ഒരു ഓഫീസ് റൺ ചെയ്യാം എന്നുള്ള ആസ്പെക്റ്റും കൂടെ, മിയർ
വർക്ക് മാത്രം ഫിനിഷ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു ഫേം എങ്ങനെ റൺ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ആർട്ടിഫിഷ്യൽ സമയത്ത് കിട്ടിയാൽ വളരെ നല്ലത്. ഓക്കെ, സാറ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വല്ലപ്പോഴും ജിമ്മിൽ പോകുമ്പോഴൊക്കെ സാറും കണ്ടിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഈ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യുന്നത് സമയം കിട്ടുന്നില്ല എന്നുകൊണ്ടാണല്ലോ. അതിനും കൂടെ പോയി കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാനുള്ള സമയം അവിടെ പോയി, അല്ലെങ്കിൽ രാവിലെ എണീക്കണം. അപ്പം സാറിന് എന്ത് തോന്നിയില്ല? അത് ഞാൻ അപ്പുറത്ത് വേറൊരു വേർഷൻ കേട്ടിട്ടുള്ളത്, ഈ വർക്കൗട്ടിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുന്ന സമയം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുന്നത് കൊണ്ട് അപ്പുറത്ത് ലാഭിക്കാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സാർ എങ്ങനെയാണ് വർക്കൗട്ടിനെ കാണുന്നത്? സാറിൻ്റെ ലൈഫിന് അത് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? വർക്കൗട്ട് പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു, ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. അന്നും ഈ പറഞ്ഞ പോലെ CA ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ വർക്കൗട്ട് സ്കിപ്പ് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ആ സമയം കൂടെ പഠിക്കാമല്ലോ. ഇൻറ്റൻസ് ആയിട്ടൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വർക്കൗട്ടിനായിട്ട് രാവിലെ ഒരു 1 hour കളയാനില്ല. ആ 1 hour ഒന്നെങ്കിൽ ഉറങ്ങാം അല്ലെങ്കിൽ പഠിക്കാം എന്നൊക്കെ ആയിരുന്നു അന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഞാൻ വർക്കൗട്ട് സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ള മനുഷ്യനാണ്. ബട്ട് ക്വാളിഫൈ ചെയ്തതിന് ശേഷം മുതൽ എനിക്ക് ജിമ്മ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ക്വാളിഫൈ ചെയ്ത് ഗൾഫിലായിരുന്നു. ക്വാളിഫൈ ചെയ്തതിന് ശേഷം നേരെ പോയി. അപ്പോൾ ആ ഗൾഫിൽ നിൽക്കുന്ന സമയത്തൊക്കെ വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എംപ്ലോയ്മെൻറ്റാണ്, വൈകിട്ട് 5 മണി 6 മണി കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആണ് എന്നൊക്കെ ചെയ്യും. നാട്ടിൽ വന്ന് പ്രാക്ടീസ് ടീച്ചിങ് തുടങ്ങിയപ്പോഴാണ് അത് ശരിക്കും ഒരു ചലഞ്ചായത്. കാരണം ടൈം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലാസ് പലപ്പോഴും പല സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ ഇനിഷ്യൽ ഡേയ്സിലൊക്കെ ഞാൻ ഒരുപാട് ക്ലാസ് എടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ ഒരാഴ്ച ട്രിവാൻഡ്രത്താണെങ്കിൽ അടുത്ത ആഴ്ച കൊച്ചി, അടുത്ത ആഴ്ച കോഴിക്കോട്, അടുത്ത ആഴ്ച തൃശ്ശൂർ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഇവിടെ ഏത് ജിമ്മിലും മെമ്പർഷിപ്പ് എടുക്കും, അല്ലെങ്കിൽ 4 ജിമ്മിലും മെമ്പർഷിപ്പ് എടുക്കണം. അപ്പം അതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ ജിം വർക്കൗട്ട് ഒഴിവാക്കി കൊണ്ടുപോയതാണ്. പിന്നെ ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ എനിക്കിത് ചെയ്തേ പറ്റൂ എന്നുള്ള അവസ്ഥയായി. ഒന്ന് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു, 2 നമുക്ക് വണ്ണം, ഞാൻ ഫുഡിയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കും. അപ്പോൾ അതും കൂടെ വണ്ണമായിട്ട് കയറും. അപ്പം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്ത് കളയണമെങ്കിൽ വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായി. അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് സൊല്യൂഷൻ വന്നു തുടങ്ങും. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ, ട്രിവാൻഡ്രം, കൊച്ചി, കോഴിക്കോട് 3 ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാം. പ്രൈമറിലി ഞാൻ ഉണ്ടാവുക ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു ആനുവൽ മെമ്പർഷിപ്പ് എടുക്കാം. കൊച്ചിയിലും കോഴിക്കോടും ജിമ്മിൽ പോയി സംസാരിച്ചപ്പോൾ അവരെല്ലാം ഡെയിലി ബേസിസിൽ മെമ്പർഷിപ്പ് തരാൻ തുടങ്ങി. വർക്കൗട്ട് ചെയ്യുന്ന ദിവസം മാത്രം പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കൊച്ചി വരുന്നു, ഒരാഴ്ച വർക്കൗട്ട് ചെയ്യുന്നു, ഒരാഴ്ചത്തെ പേയ്മെൻറ്റ് മാത്രം കൊടുക്കുന്നു. ജിമ്മിൽ സംസാരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. നമ്മളതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ആവശ്യം വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി തുടങ്ങി, ഓക്കെ, ഇത് പോസിബിളാണ്. പിന്നെ ടൈം മാനേജ് ചെയ്യുക. ഓഫ് കോഴ്സ് അത് നമ്മുടെ പ്രയോറിറ്റിയാണ്. നമ്മൾ എന്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നേരത്തെ ഉറങ്ങുക, രാവിലെ 5:30 6 മണിക്ക് എണീക്കുക, നേരെ വർക്കൗട്ട് ഒരു 1 hour വർക്കൗട്ട് ചെയ്യാൻ പോവുക. ഓഫ് കോഴ്സ് എനിക്ക് മോളുണ്ട്. രാവിലെ മോള് സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് വീട്ടിൽ തിരിച്ച് ചെല്ലണം, അല്ലെങ്കിൽ അവളെ റെഡിയാക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 5:30 6 മണിക്ക് വർക്കൗട്ട് തുടങ്ങി ഒരു 7 മണിക്ക് മുമ്പ് വർക്കൗട്ട് ഫിനിഷ് ചെയ്ത് വീട്ടിൽ കയറണം. ആവശ്യകതയാണ്. നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം ടൈം കണ്ടെത്തും, വഴി കണ്ടെത്തും. പിന്നെ തിരക്കൊഴിഞ്ഞിട്ട് ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഓക്കെ, പഠിക്കുന്ന സമയത്ത് ഏത് സബ്ജക്റ്റായിരുന്നു ഏറ്റവും കൂടുതൽ സാറിൻ്റെ എന്താ പറയുക വിൽ പവർ അല്ലെങ്കിൽ മെറ്റൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ആൻഡ് വിൽ പവർ ടെസ്റ്റ് ചെയ്തത് നമ്മൾ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്ത സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ. ആൻഡ് സാർ ഇപ്പോൾ എടുക്കുന്ന സബ്ജക്റ്റ് തന്നെയാണോ അത്? എങ്ങനെയാണ്? അല്ല, വിൽ പവർ ടെസ്റ്റ് ചെയ്തത് എന്നെ പരീക്ഷിച്ചത് മൊത്തം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പേപ്പറാണ്. അന്ന് IT, ഇൻഫർമേഷൻ സിസ്റ്റം കൺട്രോൾ ആൻഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ അന്ന് ഉണ്ടായിരുന്നു. ഇപ്പം CA ഫൈനലിൽ ഇല്ല. അത് കുറേയൊക്കെ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ എടുത്തിട്ടു, പിന്നെ അതും ഒഴിവാക്കി. IT, പ്യുവർ IT, ഇൻഫർമേഷൻ സിസ്റ്റം അതുമായിട്ട് ബന്ധപ്പെട്ട സാധനം. ഇത് ഒന്നാമത്തെ കാര്യം, നമ്മളിത് എവിടെയും കണ്ടിട്ടില്ല. ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ് ഒന്നും നമ്മൾ ആർട്ടിഫിഷ്യൽ സമയത്ത് ഒരുമാതിരിപ്പെട്ട കൊച്ചു ഫേമുകളിലൊന്നും കിട്ടാറില്ല. 2, ഇതെന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളെന്തോ ഒരു സോപ്പ് പൊട്ടിയൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് അങ്ങ് പഠിക്കുകയാണ്, ലിറ്ററലി കാണാൻ പഠിക്കുകയാണ്. എന്നെക്കൊണ്ട് ഒട്ടും പറ്റാത്തൊരു കാര്യം ഇത് കാണാൻ പഠിക്കുക എന്നുള്ള സാധനമാണ്. ഒരു ലോജിക്ക് കണക്ട് ചെയ്യാൻ വയ്യാതെ എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഈ സെക്കൻഡ് ഗ്രൂപ്പ് 4 ചാൻസ് തോറ്റതിൽ 3 ചാൻസും കണ്ടിന്യൂസ്ലി തോറ്റുകൊണ്ടിരുന്നത് ഈ ഒരൊറ്റ പേപ്പറിനാണ്. ISCA, ഇൻഫർമേഷൻ സിസ്റ്റം കൺട്രോൾ ആൻഡ് ഓഡിറ്റ്. ബുക്ക് ഇരുന്ന് കാണാൻ പഠിക്കാൻ ശ്രമിക്കും, എഴുതും തോക്കും. അതും തോക്കുക എന്നൊക്കെ പറഞ്ഞാൽ 20 മാർക്ക് 15 മാർക്കിന് അപ്പുറം ഒന്നും മാർക്ക് പോലും കയറുന്നില്ല എന്നുള്ള ഒരു ഹോപ്പ് പോലും തരുന്നില്ല. ഇത് ഈ പോയാൽ ശരിയാവും എന്നൊരു ഹോപ്പ് പോലും തരുന്നില്ല. അതാണ് സങ്കടം. അപ്പോൾ ഏറ്റവും ടെസ്റ്റ് ചെയ്തത് ആ പേപ്പറാണ്. ഇഷ്ടം എനിക്ക് അന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആയിരുന്നു. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ഒക്കെ ആയിരുന്നു എനിക്കിഷ്ടം. അത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റാണ് ഞാനിപ്പോൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ 27 വയസ്സിലാണ് ക്വാളിഫൈ ചെയ്തത് പറഞ്ഞു. ഈ ഒരു സമയത്തിൽ ഫുൾ ടൈം സിംഗിളായിട്ടാണ് നടന്നിരുന്നത്? അല്ല, ഒന്നിലധികം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരേ സീരിയസ് അവർ ഒരാൾ എന്നെ തേച്ചു, പിന്നെ ഒരാളെ തേക്കേണ്ടി വന്നു എന്ന് പറയുന്നില്ല. പക്ഷേ CAയുടെ പ്രഷർ കാരണം തന്നെ നമുക്ക് സക്സസ് ഒന്നും ആക്കാൻ പറ്റിയില്ല. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ക്ലാസ് പഠിപ്പിക്കുമ്പോൾ, നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ആവുന്നേ ആയിക്കോ, ഒരു 5 വയസ്സിന് താഴെയുള്ള ആളെ നോക്കിയാൽ സെറ്റായിരിക്കും. നിങ്ങളുടെ ക്ലാസ്സിലുള്ള റിലേഷൻഷിപ്പൊക്കെ നോക്കിയാൽ CA കോഴ്സ് വെച്ച് പൊട്ടാനുള്ള പ്രോബബിലിറ്റി 90% ആണ് എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ റിലേഷൻഷിപ്പിലായിരുന്ന കുട്ടിക്ക് കല്യാണപ്രായം അല്ലെങ്കിൽ കല്യാണത്തെപ്പറ്റി ആലോചിച്ച് തുടങ്ങുമ്പോൾ ഞാൻ CA ഇരുന്ന് തോറ്റുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഓൾറെഡി നമുക്ക് പ്രഷർ, ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി നേടി വീട്ടിലെ പ്രശ്നം തീർക്കാൻ. ആ സമയത്ത് എനിക്ക് കല്യാണം കൂടെ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ചെല്ലുന്ന അവസ്ഥ എന്നാലോചിച്ച് നോക്കി.
അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ പിരിഞ്ഞു. കാരണം നടക്കുന്ന കാര്യമല്ല, CA ക്വാളിഫൈ ആവുന്നുമില്ല. പുള്ളിക്കാരത്തിൻ്റെ ഫാദറിനോടൊക്കെ ഞാൻ സംസാരിച്ച് വന്ന് വർക്കൗട്ടായില്ല. പിന്നെ അത് ബ്രേക്കപ്പ് ഇതായി. കാരണം ഈ ചാൻസിൽ ഞാൻ ജയിക്കും, ഇത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ CA എഴുതുന്നത്. ആ ചാൻസിലും തോറ്റു. രണ്ടാമത്തെ ചാൻസ് ആയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും തോറ്റു. പിന്നത്താണ് ചാൻസിലാണ് നമ്മൾ ഫൈനൽ പാസ്സാവുന്നത്. റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പായി. അപ്പോൾ അന്ന് നമ്മൾ വിചാരിക്കും ഇതാണ് ജീവിതത്തിൻ്റെ അവസാനം, നമ്മുടെ CA കാരണം ഇതും പോയി, പഠിത്തവും നടക്കുന്നില്ല, വീട്ടുകാർക്കും ഗുണമില്ല, കാമുകിക്കും ഗുണമില്ല, സ്വയവും ഗുണമില്ല എന്നൊക്കെയുള്ളൊരു സ്റ്റേജൊക്കെ തോന്നും. അപ്പോൾ ഓക്കെ, പക്ഷേ അവിടെ നിർത്തരുത് എന്നുള്ളതിൽ അവിടെ നിർത്തരുത് എന്നുള്ളതാണ്. ഒന്നും അല്ല എന്നുള്ളതാണ് പിന്നീട് ലൈഫ് പഠിപ്പിച്ച്. നമുക്ക് ബ്രേക്കപ്പ് ഉണ്ടാവാൻ ചിലപ്പോൾ അതിനേക്കാൾ നല്ല ഇത് വരാം. ബട്ട് അല്ല, നമുക്ക് ലൈഫിൽ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത് നമുക്ക് പറയാൻ ഒക്കില്ല. ചില തോൽവികൾ ചിലപ്പോൾ നമുക്ക് പിന്നീട് വലിയ സാധനങ്ങൾ തന്നേക്കാം. ഇപ്പോൾ എൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യത്തെ 4 എനിക്ക് FM ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആദ്യം എനിക്ക് FM ഇഷ്ടമാണ്. FM ആണ് ഞാൻ പഠിക്കുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫൈനലിനകത്ത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ആദ്യത്തെ ചാൻസിൽ ഈ ഒറ്റ നോട്ടത്തിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ പോലെ ആദ്യ ക്ലാസ്സിൽ എനിക്ക് മനസ്സിൽ കയറി കൂടിയ പേപ്പറാണ് ഈ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. പൊതുവേ CA ഫൈനലിൽ ഇത്തിരി ടഫായിട്ടുള്ള പേപ്പറാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, SFM. അപ്പോൾ എനിക്കെന്തോ ആദ്യം ഇതിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ആദ്യത്തെ ചാൻസിൽ തന്നെ മനസ്സിൽ വെക്കുന്നത്, ജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് SFM-ന് ഒരു എക്സംഷൻ പിടിക്കണം, 60 above കിട്ടണം. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ കൂടുതൽ സമയം പഠിക്കുന്നു അതിന് തന്നെ. അപ്പോൾ എൻ്റെ കൂടെയൊക്കെ ക്ലാസ്സിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൊണ്ടിരുന്ന ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണേ. അപ്പോൾ ഒരു പയ്യൻ, പുള്ളി കോൺസെപ്റ്റ് ഒന്നും അല്ല മനസ്സിലാക്കണേ, കാണാൻ പഠിക്കുന്ന പോലെ. അപ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ട്, ഇതിങ്ങനെ അല്ല പഠിക്കണ്ടേ, ഇതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്, ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ചാൻസിൽ അവൻ പാസ്സായി, ഞാൻ തോറ്റു. രണ്ടാമത്തെ ചാൻസിൽ നമ്മൾ SFM പഠിക്കണം, SFM-ന് എക്സംഷൻ പിടിക്കണം, ഇതാണ് ടാർഗറ്റ്. FR ഇഷ്ടമാണ്, അപ്പോൾ FR-ന് എക്സംഷൻ കിട്ടും, SFM-ന് എക്സംഷൻ കിട്ടും. പിന്നെ ഓഡിറ്റും ലോയുമാണ്, തിയറി എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അതൊരു മിനിമം മാർക്ക് വാങ്ങിച്ച് പാസ്സാവാം, ഇതിന് രണ്ടിനും എക്സംഷൻ പിടിക്കാം. ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ. സെക്കൻഡ് ചാൻസിൽ കാര്യമായിട്ട് പഠിച്ചു എഴുതി. ആ ചാൻസിലും SFM ജയിച്ചു, ബട്ട് ഗ്രൂപ്പും തോറ്റു. കാരണം ഓഡിറ്റും ലോയും പഠിക്കുന്നില്ലല്ലോ, നമ്മൾ പഠിക്കുന്ന മൊത്തം FR-ഉം SFM-ഉം മാത്രമാണ്. അത് രണ്ടും തോറ്റു. തേർഡ് ചാൻസായപ്പോൾ നമ്മൾ മൊത്തം എഫേർട്ടും ഇപ്രാവശ്യം ഇടുന്നത് SFM-നാണ്. ഞാൻ അപ്പോഴും ഓരോ മണ്ടത്തരങ്ങൾ നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ ചിന്തിക്കുന്നതാണ്. നമ്മൾ ഇടുന്ന എഫേർട്ട് മൊത്തം SFM-ന് എക്സംഷൻ വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഗ്രൂപ്പ് പാസ്സാവാനാണ് നോക്കേണ്ടത്. ഈ SFM-ന് എക്സംഷൻ കിട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല, എങ്ങനെയും CA പാസ്സാവാനാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ ഞാൻ സമയം കളയുന്ന മൊത്തം 90% ഓഫ് ദ ടൈം ഞാൻ അലോട്ട് ചെയ്യുന്ന SFM പഠിക്കാനാണ്. ആ ചാൻസിലും എക്സംഷൻ കിട്ടിയില്ല, 50 മാർക്കിന് അപ്പുറത്ത് വന്നു, ലോ തോറ്റു, അഗ്രിഗേറ്റും പോയി. മൂന്നാമത്തെ ചാൻസിലും തോറ്റു. നാലാമത്തെ ചാൻസിലും ഞാൻ പിന്നെയും പഠിക്കുന്ന SFM-ആണ്. എനിക്ക് SFM-ന് എക്സംഷൻ വാങ്ങിക്കണം, ഗ്രൂപ്പ് ക്ലിയർ ചെയ്യണം ഓഫ് കോഴ്സ്. പക്ഷേ നമ്മുടെ ടാർഗറ്റ് SFM-ന് എക്സംഷൻ വാങ്ങിച്ചിട്ട് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യണം. മുഴുവൻ സമയം നമ്മൾ എക്സ്ട്രാ ബുക്ക് വാങ്ങിക്കുന്നു, അഡീഷണൽ ടെക്സ്റ്റ് വാങ്ങിക്കുന്നു, സ്റ്റഡി മെറ്റീരിയൽ കളഞ്ഞിട്ട് വേറെ ടെക്സ്റ്റ് വാങ്ങിക്കുന്നു, സ്കാനർ മൊത്തത്തിൽ സോൾവ് ചെയ്യുന്നു, തലങ്ങും വിലങ്ങും ഇരുന്ന് നമ്മൾ പിന്നെയും പഠിക്കുന്ന SFM-ആണ്. ആ ചാൻസ് എനിക്ക് 85 മാർക്ക് കിട്ടി SFM-ന്. FR 72 കിട്ടി, ആ ഗ്രൂപ്പ് പാസ്സായി. ഓഡിറ്റ് 50, ലോ 40, കറക്റ്റ് പാസ് മാർക്ക് കിട്ടി. ലോ ഒന്നും പഠിച്ചിട്ടില്ല ആ ചാൻസിൽ. നാലാമത്തെ ചാൻസിൽ പോലും ഞാൻ ലോ പഠിച്ച് തീർന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ ആ ലോ പഠിച്ച് തീർന്നിട്ടില്ല, അവിടെ കിടക്കുകയാണ്. പക്ഷേ പഠിച്ച മൊത്തം SFM. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പിന്നീടൊരു സമയത്ത് ഞാൻ പഠിപ്പിക്കാൻ ആദ്യം ചൂസ് ചെയ്ത SFM-ആണ്. കാരണം അത്ര ഡീപ്പായിട്ട് ഞാൻ ആ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പം മേ ബി ദൈവം അന്ന് കരുതിയതാവും, മോനെ നീ ഇങ്ങനെ പഠിച്ചു പോയാൽ പോരാ, ഇച്ചിരി ഡീപ്പായിട്ട് പഠിച്ചിട്ട് പോകണം, നിനക്ക് ഇതുകൊണ്ട് പിന്നെ ഭാവിയിൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് നീ ഇതൊക്കെ പെട്ടെന്ന് പോയാൽ പോരാ. അപ്പോൾ ഞാൻ അന്ന് ആലോചിക്കുന്നുണ്ട്, എൻ്റെ കൂടെ ഇരുന്നവരൊക്കെ ഫസ്റ്റ് ചാൻസിൽ അല്ലെങ്കിൽ സെക്കൻഡ് ചാൻസിൽ പാസ്സായി പോയി, ഞാനിരുന്ന് തുഴയുകയാണ്. എനിക്ക് ഈ സബ്ജക്റ്റ് അറിയാം, എനിക്ക് ഈ സബ്ജക്റ്റിന് ഈ മാർക്കല്ല കിട്ടേണ്ടത്, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് വർഷം കഴിഞ്ഞപ്പോൾ അന്നൊന്ന് ടീച്ചിങ്ങിന് പോകുമെന്നോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നൊന്നും എൻ്റെ മനസ്സിൻ്റെ 7 അയലത്ത് പോലും ഇല്ല. എങ്ങനെയും ഒരു ജോലിക്ക് പോകണം, വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കണം എന്ന് മാത്രമേ ഉള്ളൂ ചിന്ത. അപ്പം കുറേ വർഷം കഴിഞ്ഞ് ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നു, SFM തന്നെ പഠിപ്പിക്കാൻ കയറി, ആ പേപ്പർ പഠിപ്പിക്കാൻ പറ്റി. അതൊക്കെ അന്ന് ഇരുന്ന് SFM പഠിച്ചുകൊണ്ടാണ്. അപ്പോൾ ചില തോൽവികൾ മേ ബി ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ഓക്കെ സാർ, ക്വാളിഫൈ ചെയ്തതിന് ശേഷം നേരെ അബ്രോഡ് പോയി എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം ഇപ്പോഴും കുറേ കുട്ടികൾ സംശയിക്കുന്നുണ്ട്, അതായത് ഇന്ത്യൻ കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ടൊരു കരിയർ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് എത്രമാത്രം പ്രാക്ടിക്കലാണെന്നുള്ളത്. അപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും നിലവിലൊരു ഇൻഡസ്ട്രി ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു കരിയർ വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നിക്കുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. കാരണം ഞാൻ ക്വാളിഫൈ ചെയ്തു, ഞാൻ മെയ് എക്സാം 2015 മെയ്യിലാണ് ഞാൻ പാസ്സാവുന്നത്. ജൂലൈ ഒക്കെ ആയപ്പോൾ റിസൾട്ട് വന്നു. ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഞാൻ ദുബായിൽ വിസിറ്റ് വിസ എടുത്ത് പോയി. നേരെ എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു, എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട് ദുബായിലുണ്ടായിട്ട് ദുബായാണ് ഞാൻ ചൂസ് ചെയ്തത്, ബ്രദർ കുവൈറ്റിലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ത്രൂ വിസിറ്റ് വിസ എടുത്തു. ജൂലൈയിൽ റിസൾട്ട് വന്നു. ഓഗസ്റ്റ് ഓർ സെപ്റ്റംബർ ഞാൻ ദുബായിലുണ്ട്. 3 മാസം വിസിറ്റ് വിസ എടുത്തു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പ്ലേസ്ഡ് ആയത് ഖത്തറിലായിരുന്നു.
ആ കമ്പനിയുടെ ഹെഡ് ഓഫീസ് ദുബായിലായിരുന്നു. അവർ ഖത്തറിലേക്കായിരുന്നു വേക്കൻസി ഉണ്ടായിരുന്നത്. നല്ല പാക്കേജിൽ, റീസണബിളി നല്ല പാക്കേജിൽ തന്നെ സ്റ്റാർട്ടിങ് കിട്ടി. ഞാൻ അപ്പം തന്നെ ഖത്തറിൽ പോയി. ഞാൻ ഖത്തറിൽ ഒക്ടോബർ 1 ഓൺവേർഡ്സ് ഞാൻ ഖത്തറിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ പാസ്സായ ജൂലൈ മുതൽ ഒരു 3 മാസത്തിനകത്ത് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ അവിടെ ജോലി തപ്പാൻ പോലും പോയില്ല. നാട്ടിൽ ഒരു മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉണ്ടല്ലോ, ഞാൻ അതൊന്നും അപ്ലൈ പോലും ചെയ്തില്ല. കാരണം അതൊന്നും എൻ്റെ ലിസ്റ്റിലേ ഇല്ല. എനിക്ക് ഗൾഫിൽ പോകണം, കുറേ പൈസ ഉണ്ടാക്കണം, എത്രയും പെട്ടെന്ന് ഇഷ്യൂസ് തീർക്കണം, ഇതാണ് നമ്മുടെ ആകെയുള്ള ടാർഗറ്റ്. അപ്പോൾ അത്രയും ഷോർട്ട് പീരീഡിൽ തന്നെ നമ്മൾ പ്ലേസ്ഡ് ആയി. സ്റ്റാർട്ടിങ് നല്ല പേ ഉണ്ടായിരുന്നു, അത്യാവശ്യം റീസണബിളി വെൽ പേ ഉണ്ടായിരുന്നു. നമുക്കൊരു 5-6 മാസം കൊണ്ട് തന്നെ നമ്മുടെ ഇഷ്യൂസൊക്കെ തീർന്നു. നമുക്ക് അത്യാവശ്യം കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ തീർത്തു. അതൊക്കെ കഴിഞ്ഞൊരു 1 year ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സമാധാനത്തിലായി, ഒരു സ്റ്റേബിൾ അവസ്ഥയായി. പിന്നാണ് ഞാൻ ആലോചിക്കുന്നത്, ഇനി ഇങ്ങനെ മതിയോ? എനിക്ക് ഗൾഫ് ഇഷ്ടമല്ലായിരുന്നു. ഇനി എത്ര ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്കെന്തോ ഒട്ടും പറ്റാത്തൊരു കൺട്രിയാണ് ഗൾഫ്. എന്നെ ഭയങ്കര റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള, എനിക്കൊരു ക്ലോസ്ട്രോഫോബിക് ഫീൽ കിട്ടുന്നൊരു സ്ഥലമാണ് ഗൾഫ്. അപ്പോൾ എങ്ങോട്ടും പോകാനില്ല, 4 അതിർത്തി ഇത്രയേ ഉള്ളൂ. അപ്പോഴാണ് എങ്ങോട്ടെങ്കിലും വേറെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയ മൈഗ്രേഷൻ ട്രൈ ചെയ്തു, PR ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ ദുബായിലിരുന്നു, ഖത്തറിലിരുന്നുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയുടെ PR അപ്ലൈ ചെയ്തു. അവിടെ ഒരു കൺസൾട്ടൻസിനെ വെച്ചു. ഒരു 1.5 ലക്ഷം രൂപയോളം കളഞ്ഞു. ഞാൻ അത് PR ഓക്കെ ആയി, എനിക്ക് ഇൻവിറ്റേഷൻ സ്റ്റേജ് വരെ ആയി. സർട്ടിഫിക്കറ്റ് പ്രോസസ്സിങ്ങും എല്ലാം നടന്നു. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ CPA ആയിട്ട് ഇന്ത്യൻ CAക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയ ചെന്ന് കഴിഞ്ഞാലും CPA 2 എക്സാം എഴുതിയാൽ ഓസ്ട്രേലിയൻ CPA കിട്ടും. അത് വെച്ചുകൊണ്ട് എനിക്ക് CPA വെച്ച് ഓസ്ട്രേലിയ വർക്ക് ചെയ്യാം. അപ്പം നമ്മുടെ കൺസൾട്ടൻറ്റും നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഓക്കെയാണ്, സെറ്റാണ്, നിങ്ങൾ വന്നാൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ആ ഒരു സ്റ്റേജും വന്നു. ആ സ്റ്റേജ് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു റീതിങ്കിങ് സഡൻലി വരുന്നത്. അന്ന് 2017 GST ലോഞ്ച് ചെയ്യുന്നത്. അപ്പം നാട്ടിൽ ഭയങ്കര ഹൈപ്പ്, GST വന്നതോടെ ചാർട്ടേഡ് അക്കൗണ്ട്സിന്, പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ട്സിന് ഒരുപാട് സ്കോപ്പ് വരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇൻട്രസ്റ്റ് ആയി. മേ ബി ദിസ് ഇസ് എ റൈറ്റ് ടൈം, ഒരു പ്രാക്ടീസ് തുടങ്ങാൻ എന്തായാലും ഒരു ഉള്ളിനുള്ളിലൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ആണെങ്കിൽ ദിസ് ഇസ് എ റൈറ്റ് ടൈം, നാട്ടിൽ വരാൻ GST ഒക്കെ ഉള്ള സമയമാണ്, അപ്പം പ്രാക്ടീസ് പിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും എന്നൊക്കെ ഒരു സെക്കൻഡ് തോട്ട് തോന്നി തുടങ്ങി. ഞാൻ ആ ഓസ്ട്രേലിയ മൈഗ്രേഷൻ അവിടെ വെച്ച് നിർത്തി. ഞാൻ ഫർദർ പ്രോസസ്സ് ചെയ്യാതെ ജോബ് റിസൈൻ ചെയ്ത് 2017 എൻഡിൽ നാട്ടിൽ വരികയാണ്. 18 പ്രാക്ടീസ് തുടങ്ങി. അപ്പം ആലോചിച്ച് നോക്കുക, ഞാൻ ആദ്യം ഗൾഫിൽ പോയി, എംപ്ലോയ്മെൻറ്റ് പോയി, ഓസ്ട്രേലിയ മൈഗ്രേഷൻ ഓൾമോസ്റ്റ് സെറ്റായി. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ വന്നു, കൂടെ ടീച്ചിങ് തുടങ്ങി. അപ്പോൾ ഇത്രയും ഡൈവേഴ്സിഫൈഡ് ജോബ് ഓപ്പർച്യൂണിറ്റി തരുന്നൊരു കോഴ്സ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ട് കളിക്കാൻ ഒരു ഫ്രീഡം തരുന്നൊരു കോഴ്സ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യൻ CAക്ക് ഇങ്ങനെ ഒരു ഗ്ലോബൽ ആക്സെപ്റ്റൻസ് കിട്ടുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഒന്നാമത്തെ കാര്യം, ഇപ്പം ഗൾഫ് കൺട്രീസൊക്കെ ആണെങ്കിൽ നമ്മൾ അത്രയും ആർട്ടിക്കൽഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്ത് 3 വർഷം അല്ലെങ്കിൽ 2 വർഷത്തെ നല്ല ട്രെയിനിങ്ങിലൂടെയാണ് പോകുന്നത്. അപ്പം ഫൈനൽ കഴിയുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഹീസ് എംപ്ലോയ്മെൻറ്റ് റെഡി. പുള്ളി ഇനി കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യാനൊന്നുമില്ല. Day 1 മുതൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പഠിക്കുന്ന ഒരു അതിൻ്റെ കാര്യം അത് തന്നെയാണ്. ഒന്ന്, നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അത്രയും ഡീപ്പാണ്. പിന്നെ 2, ടാക്സ് ലോസ് ആണെങ്കിൽ അത്രയും കോംപ്ലക്സ് ആണ്. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ടാക്സ് ലോസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ദുബായിലും അവിടെ പോയി സിമ്പിളായിട്ടുള്ള വാറ്റ് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ, പൂ പറിക്കുന്ന പോലെ നിസ്സാരമായൊരു കാര്യമാണ്. അപ്പം ആ ഒരു സംഗതിയുണ്ട്. പിന്നെ ആർട്ടിക്കൽഷിപ്പ് എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നല്ല ട്രെയിനിങ് കിട്ടിയിട്ടാണ് അവർ ജോബ് റെഡി ആയിട്ടാണ് ഇറങ്ങണേ. അതുകൊണ്ടൊക്കെയാണ് ഗൾഫ് കൺട്രീസിൽ ഭയങ്കര അക്സെപ്റ്റൻസ് ഉള്ളത്. ഇനി വെസ്റ്റേൺ കൺട്രീസിലോട്ട് പോയാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മിക്കവാറും ഉള്ള വെസ്റ്റേൺ കൺട്രീസിലെ ലോക്കൽ ഇതുമായിട്ട് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയ പോകണമെങ്കിൽ ഓസ്ട്രേലിയൻ CPA എടുക്കാം, കാനഡയിൽ പോകണമെങ്കിൽ കാനഡിയൻ CPA എടുക്കാം. US CPA ആയിട്ട് നമുക്കൊന്നുമില്ല, ഫുള്ളായിട്ട് തന്നെ എഴുതണം. പക്ഷേ ബാക്കിയുള്ള മിക്ക വെസ്റ്റേൺ കൺട്രീസിൽ, ഇപ്പോൾ UK ആണെങ്കിൽ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്, ICAEW ഐ തിങ്ക്, അപ്പോൾ അവരുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ മിക്ക കൺട്രീസിലെയും ലോക്കൽ അക്കൗണ്ടിങ് ബോഡീസുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ 1-2 പേപ്പർ എഴുതി കഴിഞ്ഞാൽ അവിടുത്തെ ഡിഗ്രി ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുകയാണ്. അപ്പോൾ പിന്നെ വീണ്ടും അവിടുത്തെ ഒരു ഡിഗ്രി അല്ല, ഇനി വേറെ കോഴ്സ് അവിടുത്തെ പഠിക്കണം എന്നുള്ളൊരു സെനാരിയോ ഒന്നും ഒരിക്കലും ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ട്സിന് വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു മേജർ കാര്യം. ഓക്കെ, സയൻസ് ഇഷ്ടപ്പെടാതെ കൊമേഴ്സിലേക്ക് വന്ന ആളെന്ന നിലക്ക്, സയൻസ് ഇപ്പോൾ +1 +2 സയൻസ് എടുത്തൊരു കുട്ടി ഇപ്പോൾ നീറ്റിൻ്റെ റിസൾട്ട് വരാൻ പോവാണ്. ചിലപ്പോൾ ഈ റിസൾട്ട് വരുമ്പോൾ പല കുട്ടികൾക്കും സയൻസ് അല്ല എൻ്റെ മേഖല എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഓൾറെഡി +1 +2 കൊമേഴ്സ് എടുത്തിട്ടില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് സംശയം ഉണ്ടാകും, ഇനിയിപ്പോൾ ഞാൻ കൊമേഴ്സിലേക്ക് മാറിയാൽ, CA എടുത്തു കഴിഞ്ഞാൽ ഇതെനിക്ക് ടഫാവുമോ? കാരണം എൻ്റെ കൂടെ പഠിക്കാൻ വരുന്നവരൊക്കെ കൊമേഴ്സ് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ, നമ്മൾ സയൻസ് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ. എന്താണ് അവരോട് പറയാനുള്ളത്? ഞാൻ പഠിച്ച കാലം മുതലുള്ള എക്സ്പീരിയൻസും ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കാലത്തെ എക്സ്പീരിയൻസും വെച്ച് പറയുകയാണ്, സയൻസുകാർക്കാണ് മേ ബി ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉള്ളത്. ഞാൻ കണ്ടുവരുന്നത് അങ്ങനെയാണ്, പാറ്റേൺ അങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, സയൻസുകാർ മാത്സിൽ അവർ അത്യാവശ്യം നല്ല രീതി +2 മാത്സ് പഠിക്കുന്നുണ്ട്. കൊമേഴ്സിനെ സംബന്ധിച്ചുള്ള പ്രശ്നം, പല കോളേജുകളിലും +2 കൊമേഴ്സ് വിത്ത് മാത്സ് എന്നുള്ള കോംബോ ഇല്ല. മിക്കയിടത്തും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അവർ +2 മാത്സ് പഠിക്കുന്നില്ല. മറിച്ച് കൊമേഴ്സ് വിത്ത് മാത്സ് ഉണ്ട്. ഞാനത് അറിഞ്ഞ് തന്നെ കൊമേഴ്സ് വിത്ത് മാത്സ് ചൂസ് ചെയ്ത ആളാണ്. ബട്ട് എല്ലാ കൊമേഴ്സുകാർക്കും ആ മാത്സ് ഇല്ല. അപ്പോൾ അവർ ആ മാത്സ് പഠിക്കുന്നില്ല. മാത്സ് അറിയാത്തൊരു കുട്ടി +2 മാത്സ് പഠിക്കുന്നതിനേക്കാൾ ഈസിയാണ് അക്കൗണ്ടൻസി അറിയാത്തൊരു കുട്ടി അക്കൗണ്ടൻസി പഠിക്കുന്നത്. വളരെ ഈസിയാണ്.
ബേസിക് സാധനമാണ്, നമുക്ക് സിമ്പിൾ ലോജിക്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഗതിയാണ് അക്കൗണ്ടൻസി. ഒരു കോംപ്ലക്സ് ആയ സാധനം അതിനകത്തില്ല. നമുക്കതിൻ്റെ കറക്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആൾക്കും നിഷ്പ്രയാസം 1 or 2 months കൊണ്ട് അക്കൗണ്ടൻസി പഠിക്കാം. പക്ഷേ അതേ ഈസിനെസ്സിൽ മാത്സ് പഠിക്കാൻ ഒക്കില്ല. ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സയൻസ്, അവൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സയൻസുകാരന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒപ്പീനിയൻ. അല്ലെങ്കിൽ +2 കൊമേഴ്സ് വിത്ത് മാത്സ് ആയിരിക്കണം. കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ എടുത്ത് ആരും CA പാസ്സായില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അവർക്കും പഠിക്കാം സ്റ്റിൽ. ബട്ട് ആ മാത്സ് പഠിക്കാനുള്ള ഒരു എഫേർട്ട് അവരെ സംബന്ധിച്ച് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. കൊമേഴ്സ് പഠിക്കുക എന്ന് പറയുന്നത്, അക്കൗണ്ടൻസി പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഗതിയാണ്. ആ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റും. എൻ്റെ കൂടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് പേര് സയൻസ് ഉണ്ടായിരുന്നു. അവരെല്ലാം CA ക്വാളിഫൈഡ് ആയി. അവരെല്ലാം സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് നമ്മൾക്ക് ആദ്യം ഇനിഷ്യലി ഷൈൻ ചെയ്തു. ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ കൊമേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അക്കൗണ്ടൻസി അറിയാം. അപ്പോൾ ഇനീഷ്യൽ സമയത്തൊക്കെ നമ്മൾ ഷൈൻ ചെയ്തിട്ടുണ്ട്. അത് ഫൗണ്ടേഷൻ്റെ 6 മാസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവർ നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങി. അവർ നമ്മളേക്കാൾ ഫാസ്റ്റായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ തുടങ്ങി. ഇൻ്റർമീഡിയറ്റ് എത്തിയപ്പം ആർക്കും അറിയുകൂടിയില്ല ഇതിൽ ഏതൊക്കെയാണ് കൊമേഴ്സിൽ നിന്ന് സയൻസ് വന്ന ആൾ, ഏതൊക്കെയാണ് കൊമേഴ്സിൽ നിന്ന് വന്ന ആൾ അറിയാൻ പോലും ഇല്ല. ഫൗണ്ടേഷനാണ് ആകെ ഒരു ഡിഫറൻസ് ആദ്യം അറിയാനുണ്ടായിരുന്നത്. അതൊരു ഫസ്റ്റ് 3 months അത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് സയൻസുകാർ നമ്മളെ ഓവർടേക്ക് ചെയ്യും. അതാണ് വാസ്തവം. ഇപ്പോൾ ഈ നീറ്റിനൊക്കെ വേണ്ടിയിട്ട് അവർ എടുക്കുന്നൊരു എഫേർട്ട് ഉണ്ടാവുമല്ലോ, ആ എഫേർട്ടും ഇവിടെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവില്ല. അവരുടെ ഡിസിപ്ലിൻ ഡെഫിനറ്റ്ലി അവർക്ക് ഓൾറെഡി ആ ഒരു ടെസ്റ്റിന് വേണ്ടി റിലീജിയസ്ലി ഇരുന്ന് പഠിക്കാനും ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു പാറ്റേൺ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. സോ അത് തന്നെയാണ് നമുക്ക് ഫൗണ്ടേഷനും ആവശ്യം. അപ്പോൾ ഫൗണ്ടേഷൻ വരുമ്പോഴും അതേ എഫേർട്ട് എടുക്കാനായിട്ടൊക്കെ ഓൾറെഡി അവർ പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ടാവും ഡെഫിനറ്റ്ലി. ഓക്കെ. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ ഈസി വേയിൽ സോൾവ് ചെയ്യുക, ഫാസ്റ്റായിട്ട് സോൾവ് ചെയ്യുക, ആ പ്രോബ്ലം സോൾവിങ് സ്കില്ല് അവർക്കുണ്ട്. അപ്പോൾ അത് നീറ്റൊന്നും ഒരു അറ്റംപ്റ്റ് ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത ഒരാളെ സംബന്ധിച്ച് CA ഫൗണ്ടേഷനിലോട്ട് വരുമ്പോൾ അവർക്കത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. ആ ലെവറേജ് ഡെഫിനറ്റ്ലി അവർക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. +2 കഴിഞ്ഞ് CAയിലേക്ക് വരാം, ഡിഗ്രി കഴിഞ്ഞ് വരാം ഡയറക്റ്റ് എൻട്രി വഴി. സാർ ഏതാണ് പ്രിഫർ ചെയ്യുക? അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി +2. നമുക്ക് ഡിഗ്രി ചെയ്യുന്ന 3 വർഷം വേസ്റ്റാണ്. നമുക്ക് ആ ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. CA ക്വാളിഫൈ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഞാൻ പ്രൈവറ്റായിട്ട് ഡിഗ്രി ചെയ്ത ആളാണ്. എനിക്ക് ജോബിന് പോയപ്പോൾ ഒരിടത്തും എൻ്റെ ഡിഗ്രി ഏത് കോളേജിൽ നിന്നാണ്, പ്രൈവറ്റ് ആണോ റെഗുലർ ആണോ ഒരാളും ചോദിച്ചിട്ടില്ല. എനിക്ക് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് ആകെ വന്ന ഉപകാരം വിസ അടിക്കാൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം. അതുകൊണ്ട് ഡിഗ്രി വേണം, ഡെഫിനറ്റ്ലി വേണം. വിസ അടിക്കാൻ നേരത്തെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിനാണ് ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നത്, കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ്. അതല്ലാതെ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നോക്കാൻ ഒരാളും അവിടെ ഇല്ല. നമ്മുടെ ടാഗ് ലൈൻ അല്ലെങ്കിൽ നമ്മുടെ റെസ്യൂമേ പറയുന്നത് CA വിത്ത് so much years ഓഫ് എക്സ്പീരിയൻസ്. ഇതാണ് നമ്മുടെ റെസ്യൂമേ. അതല്ലാതെ BCom റെഗുലർ ഫ്രം MG യൂണിവേഴ്സിറ്റി വിത്ത് CA അങ്ങനൊരു സാധനം ഇല്ല. അപ്പം നിങ്ങൾ ആ 3 വർഷം BCom കളയുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് വരെ ക്ലിയർ ചെയ്യാം. 9 മാസം കൊണ്ട് ഫൗണ്ടേഷൻ കഴിയാം. അത് കഴിഞ്ഞുള്ള ചാൻസ് ഇൻ്റർമീഡിയറ്റും കഴിയാം. നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് 1 വർഷം വേണമെങ്കിൽ തീർത്ത് വെക്കാം ഈ 3 വർഷം ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ മറ്റേത് 3 വർഷം കഴിഞ്ഞിട്ട് ഒന്നേന്ന് തുടങ്ങി ഇൻ്റർ കഴിഞ്ഞ് ആർട്ടിക്കിൾ കഴിഞ്ഞ് ഫൈനൽ പോകുമ്പോൾ വെറുതെ 3 വർഷം പോവാണ്. ഒരിക്കലും ഞാൻ ഡിഗ്രി ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. CA ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടിയാണെങ്കിൽ സ്ട്രെയിറ്റ് +2 കഴിഞ്ഞതിന് ശേഷം CA ചെയ്യാനേ പറയുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ ഡിഗ്രിക്ക് ഓൾറെഡി അഡ്മിഷൻ എടുത്ത് 3rd ഇയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ +2 ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഫൗണ്ടേഷൻ ഇല്ലാതെ ഡയറക്റ്റ് എൻട്രി വഴി ഇൻ്ററിലേക്ക് വരുന്ന ഒരാൾക്ക് സാറിന് കൊടുക്കാനുള്ള ഒരു ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നമ്മൾ 3 വർഷം കളഞ്ഞല്ലോ എന്നോർത്ത് നമ്മൾ ഇനി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് സമയം 3 വർഷം മുമ്പായിരുന്നു. നെക്സ്റ്റ് ബെസ്റ്റ് ടൈം നാളെയാണ്. അപ്പോൾ നാളെ തന്നെ പോയി CA ഇൻ്റർ അഡ്മിഷൻ എടുക്കുക. ഇത് BCom ആണ് എടുത്തതെങ്കിൽ അവർ ഈ 3 വർഷം കൊണ്ട് പഠിച്ച എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻ്ററിൽ സഹായിക്കും. ഒരു ലെവൽ വരെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ബട്ട് നിങ്ങൾക്ക് BComഉം CA ഇൻ്ററുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അവിടെ പഠിച്ച അക്കൗണ്ടൻസിയും കോസ്റ്റിങ്ങും നമ്മൾ പഠിക്കുന്ന എല്ലാ പേപ്പറിൻ്റെയും ബേസ് നിങ്ങളവിടെ പഠിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ടേംസ് ഫെമിലിയർ ആയിരിക്കും. പക്ഷേ 10 times അതിനേക്കാൾ ഹാർഡർ ആയിരിക്കും നമ്മുടെ CA ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള സംഗതി. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. നമ്മൾ കേട്ട ടൈംസാണ്, നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എങ്കിലും നമ്മൾ പഠിച്ചതാണ്. ബട്ട് അതിൻ്റെ അഡ്വാൻസ് ലെവലായിരിക്കും നമുക്ക് CA ഇൻ്ററിൽ ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ പേപ്പറിൻ്റെയും ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അവിടെ BComന് കിട്ടുന്നുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ട്, ഓഡിറ്റിംഗ് ഉണ്ട്, അക്കൗണ്ടൻസി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ഉള്ളി പ്രോബ്ലം ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന എല്ലാ കോളേജിലൊന്നും ആ ഒരു ഇമ്പോർട്ടൻസോടെയോ ആ ഒരു വെയിറ്റേജോടെയോ ഒന്നും അല്ല പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവർ പഠിക്കുന്ന ആ ഒരു ലെവലിലായിരിക്കില്ല എന്നുള്ളതേ ഉള്ളൂ. സിലബസിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജയിക്കാൻ ഇതെല്ലാം പഠിക്കണം എന്നില്ല. അതാണ് അൺഫോർച്ചുനേറ്റ്ലി ഡിഗ്രിയുടെ ഒരു പ്രശ്നം. ഓക്കെ. സാറിൻ്റെ പേരിൻ്റെ മുമ്പിൽ 2 അക്ഷരമുണ്ട് CA, വൈഫിൻ്റെ പേരിൻ്റെ മുമ്പിൽ 2 അക്ഷരമുണ്ട് ഡോക്ടർ. അപ്പം ഫാമിലിയെക്കുറിച്ചൊക്കെ ഒന്ന് പറയൂ. ഫാമിലി അച്ഛനമ്മ. അച്ഛൻ മരിച്ചുപോയി 2-3-4 വർഷമായി. അമ്മയുണ്ട്. പിന്നെ വൈഫ് ഡോക്ടറാണ്. 2 മക്കൾ. മൂത്താൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ ന്യൂ ബോൺ ആണ്, 3 മാസമായതേ ഉള്ളൂ. വൈഫ് ഒരു മാക്സിലോഫേഷ്യൽ സർജനാണ്. പുള്ളിക്കാരത്തി വർക്ക് ചെയ്യുന്നു. അതാണ് ഫാമിലി.
ഒരു മാര കോമ്പിനേഷനാണ് ഡോക്ടർ ആൻഡ് CA എന്ന് പറയുന്നത്. അതെ, പ്ലാൻ ചെയ്തൊന്നും സംഭവിച്ചതല്ല, പക്ഷേ അറേഞ്ച്ഡ് മാരേജ്. ഈ ആർട്ടിക്കിൾഷിപ്പ് സമയത്തെ അനുഭവങ്ങൾ പല CA എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പോഡ്കാസ്റ്റിൽ. ഭൂരിഭാഗം പേരും അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു ആ കാലഘട്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സാറിനൊരു ഫേമുണ്ട്, ഒരുപാട് ആർട്ടിക്കിൾസ് അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. താങ്കൾ എങ്ങനെയാണ്, ഒരു സീരിയസ് ആയിട്ടുള്ള ആളാണോ? അവിടെ വരുന്ന ഒരാൾ മൊത്തത്തിൽ എങ്ങനെയാണ് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക? നിങ്ങൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എൻ്റെ ഫേമിനെ പറ്റി ഞാൻ തന്നെ തള്ളുന്നതിലൊരു ശരികേടുണ്ട്, എങ്കിലും അത് വെച്ചുകൊണ്ട് പറയാം. എൻ്റെ ഒരു കാഴ്ചപ്പാട്, എനിക്ക് കിട്ടാതെ പോയത് എൻ്റെ ആർട്ടിക്കിൾസിന് കിട്ടണം എന്ന് എനിക്കൊരു ഭയങ്കരമായ ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ വർക്ക് എക്സ്പോഷർ ആവട്ടെ, ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ ഫേസ് ചെയ്ത കുറേ ചലഞ്ച് ഉണ്ട്. നമ്മളൊരു വർക്കിന് എത്ര രൂപ ഫീസ് ഇടണം, അല്ലെങ്കിൽ ഒരു അപ്പീലിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിറ്റിഗേഷനായിട്ട് പോകുമ്പോൾ ഓഫീസറെ കാണുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്തായിരിക്കണം, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾക്കിത് മാക്സിമം കിട്ടാൻ ശ്രമിക്കാറുണ്ട്. ഇതൊരു ടോക്സിക് എൻവയോൺമെൻറ്റ് ആവരുത് എന്നൊരു നിർബന്ധ ബുദ്ധി തന്നെ ഉണ്ട്. കാരണം അറിയാം, ഒരുപാട് പേര് പറയുന്ന ഒരു സംഭവമാണ് ആർട്ടിക്കിൾഷിപ്പ് ഭയങ്കര ടോക്സിക് എക്സ്പീരിയൻസ് ആണ്, വർക്ക് പ്രഷർ ഉണ്ടാവും. ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷേ അതല്ലാതെ ലീവ് കൊടുക്കാതിരിക്കുക, എക്സാം ലീവ് കൊടുക്കാതിരിക്കുക, ജെന്യൂനായിട്ടുള്ള ലീവ് കൊടുക്കാതിരിക്കുക, അവർക്ക് ചിലപ്പം ട്രാൻസ്ഫർ ചോദിച്ചാൽ ടെർമിനേഷൻ കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ മോശം പ്രാക്ടീസുകൾ ഒരുപാട് ഇതിനകത്തുണ്ട്. അത്യാവശ്യം ചൂഷണം നടക്കുന്ന ഒരു ഏരിയ ആണ് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത്. കാരണം ബേസിക്കലി ഒരു ബോണ്ട് പോലെ 2 വർഷം നമ്മളവിടെ ചെയ്യാൻ ലൈബിളാണ്. പിന്നെ പുള്ളി ടെർമിനേഷൻ കൊടുത്തില്ലേ നമുക്ക് വേറെ എവിടെയും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും ഇഷ്യൂസ് ആർട്ടിക്കിൾഷിപ്പിനുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷേ അത് എൻ്റെ ഫേമിൽ ഉണ്ടാവരുത് എന്നൊരു നിർബന്ധ ബുദ്ധിയോടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അവർക്ക് വർക്ക് പ്രഷറൊന്നും ഇല്ല, സുഖമാണ്, പരമസുഖമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഡെഫിനറ്റ്ലി വർക്ക് ഉണ്ടെങ്കിൽ വർക്ക് പ്രഷറും ഉണ്ടാകും. കാരണം ഡെഡ് ലൈൻ നമുക്കെല്ലാം ടൈം ബൗണ്ടഡ് ആണ്. ടാക്സ് ഓഡിറ്റ് നമുക്ക് സെപ്റ്റംബർ 30 മുമ്പ് തീർക്കണം, ജൂലൈ 30 മുമ്പ് ഇൻഡിവിജ്വൽ ITR തീർക്കണം. അപ്പോൾ അങ്ങനെ ഡെഡ് ലൈൻസിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി വർക്ക് പ്രഷർ ഉണ്ടാവും. ഞാൻ അതുകൊണ്ട് വർക്ക് പ്രഷർ ഇല്ല എന്നൊന്നും പറയണില്ല, വർക്ക് പ്രഷർ ഉണ്ടാവും. പക്ഷേ അത് ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം ആണെങ്കിൽ ആ വർക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക, ഒരാളുടെ വർക്ക് ലോഡ് കൂടുതലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക, ഒരാൾ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അത് കേൾക്കുക. ബേസിക് സംഭവം അതാണ്. ഇപ്പോൾ ഒരാൾ സാർ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീസൺ ചോദിക്കുക, എന്തുകൊണ്ടാണ് അയാൾക്ക് പറ്റാത്തത്. ഒന്നുകിൽ അയാൾക്ക് കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ വർക്ക് കൂടുതലായിട്ടായിരിക്കാം. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അവരുടെ ജെന്യൂൻ റിക്വസ്റ്റ് കൺസിഡർ ചെയ്യുക. ഇതൊക്കെ മാത്രമാണ് നമ്മൾ നോക്കാറുള്ളത്. പിന്നെ അത്യാവശ്യം നമ്മളങ്ങനെ ഒരു ഫോമൽ സ്ട്രക്ചറിലല്ല ഓടുന്നത്. അടുത്ത കാലം വരെ അവിടെ അറ്റൻഡൻസ് രജിസ്റ്റർ തന്നെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ലീവ് എടുക്കണമെങ്കിൽ എടുക്കാം, നിങ്ങൾക്കൊരു വർക്ക് ഉണ്ട്, ആ വർക്ക് നിങ്ങൾക്ക് ഓൺ ടൈമിൽ തീർക്കണം. അത് മാത്രമാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് തുടക്ക സമയത്തെ. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി, കാരണം നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടി. അപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ആയി തുടങ്ങിയതോടെ ഇപ്പം അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മൾ അധികം മൈക്രോ മാനേജ് ചെയ്യാതിരിക്കാൻ നോക്കാറുണ്ട്. പുറകെ വടിയെടുത്ത് പോകേണ്ട ആവശ്യമില്ല. എല്ലാവരും ജെൻസി കുട്ടികളെ പറ്റി കംപ്ലയിൻറ്റ് പറയാറുണ്ട്, അവർ വർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. എൻ്റെ ഓഫീസിലുള്ള 99% ജെൻസിയാണ്. ആ ഓഫീസിലെ ഏറ്റവും പ്രായമുള്ള മനുഷ്യൻ ഞാനാണ്, തൊട്ടടുത്ത പ്രായമുള്ള മനുഷ്യൻ എൻ്റെ ഓഡിറ്റ് മാനേജറാണ്. ഇവർ രണ്ടുപേരും കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസ് 100% ജെൻസിയാണ്. ജെൻസി കുട്ടികൾ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവരെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒൺലി തിങ് അവർക്ക് ബെറ്റർ ക്ലാരിറ്റി കൊടുക്കുക, അവർക്ക് അതിൻ്റെ ഫ്രീഡം കൊടുക്കുക, ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുക. അവർ ചെയ്യും, നമ്മളെക്കാൾ നന്നായിട്ട് ചെയ്യും. അപ്പം ചില കാര്യങ്ങളിൽ എന്നെ സർപ്രൈസ് ചെയ്ത എൻ്റെ ആർട്ടിക്കിൾസ് ഉണ്ട്, ഔട്ട് പെർഫോം ചെയ്ത ആർട്ടിക്കിൾസ് ഉണ്ട്, ഞാൻ പറഞ്ഞു കൊടുത്ത, ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ലെവലിൻ്റെയൊക്കെ അപ്പുറം പോയ ആർട്ടിക്കിൾസ് ഉണ്ട്. അവർ പോയി വളരെ നന്നായിട്ട് ഓഡിറ്റ് ചെയ്യും. ഇൻറ്റേർണൽ ഓഡിറ്റിലൊക്കെയാണ് അവരുടെ ഒരു ക്രിയേറ്റീവ് സ്കില്ലൊക്കെ അവർക്ക് കാണിക്കാൻ പറ്റുക. ബാക്കിയൊക്കെ ഒരു എന്താ പറയുക, ഫ്രെയിംഡ് ആണ്, നമുക്ക് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കൊരു ഒരാളുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഇൻറ്റേർണൽ ഓഡിറ്റിലൊക്കെയാണ്. അവിടെ നമ്മുടെ ഐഡിയ ആണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ വന്നാൽ ഇവിടെ റവന്യൂ ലീക്കേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട് എന്ന് കാണാൻ പറ്റുന്നത് ഒരാളുടെ കഴിവാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ അതുപോലെ എന്തെങ്കിലും ഒരു കൺട്രോൾ മെക്കാനിസം എൻഷുർ ചെയ്യാനായിട്ട്, ഒരു റവന്യൂ ലീക്കേജ് തടയാൻ നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ സാറേ എന്നൊരു ഐഡിയ ആയിട്ട് വരുന്ന ആർട്ടിക്കിൾസ് ഉണ്ട്. അവിടെയൊക്കെ എന്നെ ഔട്ട് പെർഫോം ചെയ്ത ആർട്ടിക്കിൾസ് എനിക്കുണ്ട്. അത് അപ്രീഷിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് ജെൻസികളെ എല്ലാത്തിൽ വിമർശിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അവർക്ക് അവരുടെ ഒരു വർക്ക് ഫ്രീഡവും അവർക്ക് കൊടുക്കാനുള്ള ഇതും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നിന്ന് നല്ല ഔട്ട്പുട്ട് കിട്ടും. ട്രെയിൻ ചെയ്തെടുക്കുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അവരുടെ കൺസേൺസ് കേൾക്കുക. പിന്നെ കുറേയൊക്കെ ഒരു ചിൽ എംപ്ലോയർ ആവാനൊക്കെ ശ്രമിക്കാറുണ്ട്. ബട്ട് എന്ന് കരുതി എൻ്റെ കയ്യിൽ നിന്ന് തെറി ഇട്ടിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊക്കെ തെറി വിളിച്ച ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. ബട്ട് അതൊക്കെ അതിൻ്റെ ഒരു ഇതിൽ മാത്രം എടുക്കാനും അതൊരു ഗ്രഡ്ജായിട്ട് മാറാതെ കൊണ്ടു നടക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. സോ ബാക്കി കുറച്ചുകൂടെ അറിയണേ എൻ്റെ പിള്ളേർ പറയണം, ഞാനിരുന്ന് തെളിയിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ ഫോം നല്ല സുഖമാണ് എന്നുള്ള രീതിയിൽ. ശരി, സ്റ്റുഡൻസിലേക്ക് വരുമ്പോൾ ജെൻസി പിള്ളേർ എങ്ങനെയുണ്ട്? അവരൊക്കെയാണ്, അവർ പൊളിയാണ്. അവർക്കറിയാം, നമ്മളൊക്കെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും ഇപ്പം പാസ്സാവുമോ, ഫുൾ ടൈം അടിച്ചു പൊളി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആ ഒരു വൈബിൽ നടക്കുന്ന കാണുമ്പോൾ ഇവർ പാസ്സാവുമോ എന്ന് വിചാരിക്കും. പക്ഷേ അവർ പാസ്സാവും. അവരവരുടെ കാര്യം അവരെങ്ങനെയാണിത് മാനേജ് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ സ്റ്റിൽ അവർ പൊളിയാണ്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. ഓക്കെ, AI-യുടെ കടന്നുവരവോടുകൂടി
പലർക്കും പല ആശങ്കകളൊക്കെ ഉണ്ടാവും. പല സെക്ടേഴ്സും ഡിസ്റപ്ഷനിലൂടെ കടന്നു പോവുകയാണ്, പല പണികളും പോകുന്നു. അപ്പം CAനെ അതെങ്ങനെ അങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പലതവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറൊരു ഫേം റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ AI ടൂൾസ് എത്രമാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വർക്കിൽ, എത്രമാത്രം ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ ത്രെറ്റ് ഉണ്ടോ? ഭയങ്കര രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, ഭയങ്കര രീതിയിൽ ഇൻറ്റഗ്രേറ്റും ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ പണ്ടൊക്കെ ഈ ഏറ്റവും ചലഞ്ചിങ് വരുന്നൊരു ഏരിയ ഡ്രാഫ്റ്റിംഗ് ആണ്. നമുക്ക് ഈ നോട്ടീസ് റിപ്ലൈ അതിൻ്റെ ലിറ്റിഗേഷൻ സൈഡിലാണ് ഇതിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രാഫ്റ്റിങ്ങിന് പണ്ടത്തെ കാലത്ത് എനിക്കത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയ വർക്കല്ല. എൻ്റെ ഓഫീസിലെ ഏറ്റവും വലിയ ബോട്ടിൽ നെക്ക് ഡ്രാഫ്റ്റിംഗ് ഈ അപ്പീൽ റിലേറ്റഡ് വർക്കായിരുന്നു. അത് ഞാൻ തന്നെ ഇൻവോൾവ് ചെയ്തേ പറ്റൂ. കാരണം എനിക്ക് ആരെഴുതിക്കൊണ്ട് വന്നാലും എനിക്ക് തൃപ്തിയാവില്ല. അത് ഈ സെക്ഷൻ ഇങ്ങനെയല്ല കോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് കോട്ട് ചെയ്യേണ്ടത്, ആ സെൻറ്റൻസ് ഇങ്ങനെ വേണ്ടിയിരുന്നില്ല. അപ്പം ഞാൻ തന്നെ ഇരുന്ന് എഴുതി. അപ്പം ഞാൻ ടീച്ചിങ്ങിന് പോകുന്ന സമയത്ത് ഈ പരിപാടി നടക്കില്ല. ഞാൻ ഫ്രീ ആയിരിക്കണം, എനിക്ക് കുറേ ടൈം കിട്ടണം, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ക്ലയൻസ് മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ സമയം മെനക്കെട്ടിരുന്നാണ് അപ്പീൽ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വന്നപ്പോഴത്തേക്ക് ഞാൻ എന്താണ് ഇതിനകത്ത് വേണ്ടതെന്നുള്ള ഐഡിയ കുട്ടികൾക്ക് കൊടുത്താൽ മതി. അവർ അത്യാവശ്യം ChatGPT ഇതും സാധനം വെച്ചിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് നമുക്കൊരു സാധനം തരും. ഞാൻ അതുപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്നല്ല പറയണേ, ബട്ട് അവിടെ എൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ഞാൻ പിന്നെ അത് സൂപ്പർവൈസ് ചെയ്യുക, ഈ പോയിൻ്റ് കറക്ഷൻ പറയുക, ഈ പോയിൻ്റ് കറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എനിക്ക് വേണ്ട റിസൾട്ട് കിട്ടുകയാണ്. ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. മറ്റേത് ഞാനൊരു അപ്പീലിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മേ ബി ഒരു 2-3 ഡേയ്സ് എൻ്റെ സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ½ an hour വേണ്ട. ആ സമയം കൊണ്ട് നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ആവുകയാണ്. സോ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ ഡ്രാഫ്റ്റിംഗ് സൈഡിൽ. ബാക്കിയാണെങ്കിലും ഇപ്പോൾ എക്സലിനകത്താണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിനകത്താണെങ്കിലും അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. വർക്ക് ലോഡ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ ജെൻസി ആയിട്ടുള്ള ആളുകൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ AI കൂടെയാണ് അവർ വളരുന്നത്. അതെ, കുറച്ചുകൂടി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പുറത്ത് വരുന്നത്. അവരുടെ ജോലി പോകാൻ പോകുന്നില്ല. തീർച്ചയായും. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, ട്രിപ്പിളിലെ തന്നെ ഒരു കുട്ടിയാണ്. ട്രിവാൻഡ്രത്ത് ട്രിപ്പിളിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എക്സൽ യൂസ് ചെയ്താണ് പഠിപ്പിക്കാറുള്ളത്. പ്രോബ്ലം പേപ്പർ കൊണ്ടായതുകൊണ്ട് ഞാൻ എക്സൽ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കുറച്ച് സെൽസിൻ്റെ ഓട്ടോ സം എടുത്തു. അപ്പോൾ ഓൾട്ട് ഈക്വൽ കൊടുത്താൽ നമുക്കൊരു ഇത്രയും സെൽസിൻ്റെ ഓട്ടോ സം കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ കൈ അനക്കാതെ ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചു, സാർ ഇതെങ്ങനെ ഇട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഓൾട്ട് ഈക്വൽ കൊടുത്താൽ നമുക്ക് ഇത്രയും സെൽസിൻ്റെ കിട്ടും. ഓക്കെ. അവൻ എൻ്റെ ആർട്ടിക്കിളായിട്ട് വന്നു. അവൻ അവിടെ എക്സൽ അന്ന് ഈ ചോദ്യം ചോദിച്ച പയ്യനാണ്. അവൻ അവിടെ ഇരുന്ന് എക്സൽ പഠിച്ച് ഇപ്പം എൻ്റെ എക്സൽ ഗുരു അവനാണ്. ഞാൻ സംശയം ചോദിക്കുന്നത് അവനോടാണ്. അവൻ അത്രയും അഡ്വാൻസ്ഡ് ആണ്. മാത്രമല്ല ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ, ഞാൻ പറയും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് വേണ്ട, എനിക്ക് സിമ്പിൾ സാധനം മതി. അവനൊരു ഒരു യൂട്ടിലിറ്റി ഉണ്ടാക്കുന്ന പോലെയാണ് ഒരു റിപ്പോർട്ട് റെഡിയാക്കി വെക്കുക. നമുക്ക് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 സ്ഥലത്തോട്ട് അത് സാധനം പോവും. അവിടുന്ന് ബാക്കി ഡേറ്റ കൊണ്ടുവരും. ഞാനിപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ച് എക്സൽ പഠിക്കുന്ന അവസ്ഥയിലോട്ടെത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജെൻസി പിള്ളേർ പൊളിയാണ്. അവർ ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ലെവലിനപ്പുറത്തേക്ക് അവർ അഡ്വാൻസ്ഡ് ആയിട്ട് ഇത് പോകും. അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ മതി. അത് നമുക്ക് നാളെ ഇങ്ങനൊരു സാധനം ചെയ്തുകൊണ്ടിരുമ്പോൾ നമ്മുടെ ഈഗോ ഹേർട്ട് ആവരുത്. അവൻ്റെ അടുത്ത് ചോദിക്കാനുള്ളൊരു നീ എന്നെ പഠിപ്പിക്കാറായോടാ എന്നുള്ള ഈഗോ വന്നാൽ അവിടെ പ്രശ്നമാവും. ബട്ട് അവരെ ഫ്രീഡം കൊടുക്കുക, അവർ നമ്മളെ കുറച്ചുകൂടെ എക്വിപ്ഡ് ആക്കും. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. സാറിൻ്റെ ഒരു അധ്യാപന ജീവിതത്തിനിടയിൽ റിമാർക്കബിളായി തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഷെയർ ചെയ്താൽ കൊള്ളാൻ തോന്നിയിട്ടുള്ള എന്തെങ്കിലും സ്റ്റുഡൻസിൻ്റെ സ്റ്റോറീസ് എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? സ്റ്റുഡൻസിൻ്റെ സ്റ്റോറീസ് മേ ബി നമ്മുടെ കാലിക്കറ്റിലെ ഫിലിപ്പ്, CA ഫിലിപ്പ് ഞാൻ പഠിപ്പിച്ച പയ്യനാണ്. അപ്പം ഞാൻ വളരെ എന്തൂസിയാസത്തോടെ ക്ലാസ്സിലിരിക്കുന്ന ഒരാൾ, ഡൗട്ട് വന്ന് ചോദിക്കാറുള്ള ആൾ, ബൈക്കറാണ്, അവനൊരു RX-100 ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ക്ലാസ്സിന് പഠിപ്പിക്കുന്ന സമയത്ത് വളരെ വൈബായിട്ട് പോയി നമ്മൾ ഓർത്ത് നിൽക്കുന്ന കുട്ടികളാണ്. കുറച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ കാണുന്നത് അവൻ ഇൻ്റർ ക്വാളിഫൈ ചെയ്തു ഫസ്റ്റ് ചാൻസ്. അത് കഴിഞ്ഞ ഉടനെ ഞാൻ കാണുന്നത് ഫിലിപ്പിൻ്റെ ഓഡിറ്റിംഗ് ക്ലാസ്സിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ്. ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി. കാരണം ഇപ്പോൾ ഈ ചാൻസിൽ ഇൻ്റർ ക്ലാസ്സായ ആൾ നേരെ ഓഡിറ്റിങ്ങിൻ്റെ ക്ലാസ് തുടങ്ങുക, ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി. ഭയങ്കര സംഭവമാണല്ലോ ക്ലാസ് തുടങ്ങുക. അറ്റ്ലീസ്റ്റ് അത് തുടങ്ങാനുള്ളൊരു കോൺഫിഡൻസ് വന്നല്ലോ. പിന്നെ പതുക്കെ ഞാൻ നോക്കുമ്പോൾ അവൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ കൗണ്ട് ഭയങ്കരമാണ്. അവൻ അത് റീല് ചെയ്യാറുണ്ട്. 500 കുട്ടികളായിട്ട് ഈ മാരത്തോൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് റീല് കാണാറുണ്ട്. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. അത്രയും ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഐ തിങ്ക് അവൻ CA ഫൈനൽ ക്വാളിഫൈ ചെയ്യുന്നതിന് മുമ്പ് CA ഫൈനലിൽ ഓഡിറ്റിംഗ് ക്ലാസ് എടുത്തു എന്ന് തോന്നുന്നു. ഐ തിങ്ക് ഞാൻ അവിടെ ആഡ് പോലെ കണ്ടിരുന്നു. ഐ എം നോട്ട് ഷുവർ, ഇങ്ങനെ സംഭവം കണ്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ചാൻസിൽ CA ഫൈനലിൽ ക്വാളിഫൈ ചെയ്തു, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി വിത്തിൻ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. നമുക്ക് അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ഗ്രോത്താണ് ഫിലിപ്പിൻ്റെ. നമ്മൾ ട്രിപ്പിൾ തന്നെ ഫീച്ചർ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? CA പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സാറിനോട് പറയാനുള്ളൊരു കാര്യം എന്തായിരിക്കും? ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇനി കൂടുതൽ ആലോചിച്ച് ഇത് ചെയ്യാൻ നിൽക്കണമെന്നില്ല. സ്ട്രഗിൾസ് ഉണ്ടാവാം. എല്ലാവർക്കും ഇതൊരു കേക്ക് വോക്ക് ആണെന്നോ 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാവുമെന്നോ ഒന്നും ഞാൻ പറയണില്ല. കുറേ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യും, കുറേ ആൾക്കാർ പെട്ടെന്ന് പാസ്സാവും. ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്ന നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ ആൾ നിങ്ങളെക്കാൾ മുന്നേ പാസ്സായെന്നിരിക്കാം. ഇതൊക്കെ ഇതിനകത്ത് നടക്കും. ഉള്ളിൽ നിങ്ങൾ ബിലീവ് ചെയ്യുക.
ഇതൊരു സംഭവം നടക്കും എന്നുള്ള കാര്യം ബിലീവ് ചെയ്യുക, ആ സിസ്റ്റം ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫാക്കൽറ്റീസ് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ മതി. കാരണം അവർ ഈ സ്റ്റേജിൽ കൂടെ കടന്നു പോയവരായതുകൊണ്ട് അവർക്കറിയാം എന്ത് ചെയ്താൽ പാസ്സാവാം, എന്ത് ചെയ്യുക ഫെയിലാവും, എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ നോക്കുക. പിന്നെ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ബിലീവ് മീ, ഒരു നല്ല നാളെ നിങ്ങൾക്കായിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ. ഒരിക്കലും ഒരു ഇത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്തുനിന്ന് എല്ലാം അച്ചീവ് ചെയ്തു എന്നൊന്നും പറയണില്ല, പക്ഷേ ഞാൻ ആഗ്രഹിച്ച അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനൊരു നല്ല നാളെ അവിടെ ഉണ്ട്. ഈ സ്ട്രഗിളിന് ശേഷം ഒരു വലിയ വെളിച്ചം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നവരോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ബിലീവ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യാതിരിക്കുക. ഒരു ചാൻസ് അല്ലെങ്കിൽ 2 ചാൻസിനകത്ത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങൾക്കുണ്ട്. സോ ഡെസ്പായിട്ടിരിക്കുന്നവരോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ബിലീവ് ചെയ്യുക. ഓക്കെ. CA പഠിക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി, CMA ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി എന്തുകൊണ്ട് IIIലേക്ക് വരണമെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ ആൻസർ എന്തായിരിക്കും? ഒന്നാമത് ഫാക്കൽറ്റി പൂളാണ്. അത്യാവശ്യം നല്ല ഫാക്കൽറ്റീസാണ് എല്ലാവരും. ഞാൻ എന്നെ തന്നെ കളത്തുന്നതിൽ ഒരു ഇതുണ്ട്. അപ്പോൾ എന്നെ ഒഴിച്ച് നിർത്തിക്കോളൂ. ബാക്കി എല്ലാ പേപ്പറും ഹാൻഡിൽ ചെയ്യുന്നത് അത്രയും സൂപ്പർബായിട്ടുള്ള ഫാക്കൽറ്റീസാണ്. അപ്പോൾ ജസ്റ്റിൻ സാറൊക്കെ ഞാൻ CA ഫൈനൽ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് കേട്ടു തുടങ്ങിയ പേരാണ്. ഞാൻ ജസ്റ്റിൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ അന്ന് ഫൈനൽ ചെയ്യുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്, ട്രിവാൻഡ്രത്ത് ജസ്റ്റിൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ ക്ലാസ് സൂപ്പറാണ്, ടാക്സിൻ്റെ ക്ലാസ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി ഭയങ്കര റിവ്യൂ കിട്ടും. എനിക്കന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് മുതൽ ഞാൻ കേൾക്കുന്ന പേരാണ്. ഞാൻ ക്വാളിഫൈ ചെയ്തിട്ട് ഇപ്പോൾ 10 വർഷമായി. അപ്പോൾ ഇപ്പം സാർ ഇപ്പോഴും ടീച്ചിങ്ങിലുണ്ട്. അതൊക്കെ വലിയ സംഗതികളാണ്. അപ്പം അത്രയും നല്ലൊരു ഫാക്കൽറ്റി പൂളാണ് CAയിലുള്ളത്. ഫൗണ്ടേഷൻ ആവട്ടെ, ഇൻ്റർ ആവട്ടെ, ഫൈനലാവട്ടെ, എന്തായാലും നമുക്ക് അത്രയും ബെസ്റ്റ് ഒരു ഫാക്കൽറ്റി പൂളുണ്ട്. നല്ല മെൻറ്റേഴ്സും ഒരു പറ്റം ആൾക്കാർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് അടുത്തൊരു വലിയ കാര്യം. നമുക്ക് വേണ്ട സ്റ്റുഡൻസിന് വേണ്ട വർക്ക് ബുക്ക് ആവട്ടെ, അവർക്ക് പീരിയോഡിക്കലി എക്സാം നടത്തുന്നതാവട്ടെ, അവരെ ഗൈഡ് ചെയ്യുന്നതാവട്ടെ, ക്ലാസ് കോർഡിനേറ്റേഴ്സ് ആവട്ടെ. അപ്പോൾ ഫാക്കൽറ്റി വന്ന് പഠിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ആയെന്ന് ഞാൻ പറയുന്നില്ല. അതിനപ്പുറത്തൊരു വലിയ സംഭവമുണ്ട്. ഇവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം, അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യണം, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ഡെഡിക്കേറ്റഡ് ടീം ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതും അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഇത് രണ്ടും നോക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ IIII സജസ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ. ഇപ്പോൾ CA പഠിക്കുന്നൊരു വിദ്യാർത്ഥി അവൻ്റെ കരിയറിൻ്റെ പ്രൈം എത്തുന്നത്, അല്ലെങ്കിൽ അവളുടെ കരിയറിൻ്റെ പ്രൈം എത്തുന്നത് ഒരു ചിലപ്പോൾ 10 years എഹെഡായിരിക്കാം. അപ്പം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു മുന്നോട്ട് പോക്ക് കണക്കിലെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഗ്ലോബൽ ഫിനാൻസ് തന്നെ നോക്കാം, ഒരു 10 വർഷത്തേക്ക് അപ്പുറത്തേക്ക് CA, CMA, CS ഇതിലേത് കോഴ്സാണെങ്കിലും അതിൻ്റെ ഒരു ഭാവി എത്രമാത്രം വലുതാണ്? അതോ ഇതൊരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് പോവുകയാണോ? ഷൂട്ടപ്പ് ചെയ്യുകയാണെന്ന് തന്നെയാണ്, ബൂമിങ് ആണെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം നമ്മുടെ ഗ്രോത്ത് റേറ്റ് തന്നെ നോക്കുക, ലോകത്ത് ഏറ്റവും ഫാസ്റ്റായി വളരുന്ന എക്കണോമിയിലൊന്നാണ് നമ്മുടേത്. ചൈന, ഇന്ത്യയാണ് ഭാവി എന്ന് തന്നെയാണ് ലോകം മൊത്തം പറയുന്നത്. അപ്പം ഇന്ത്യയിൽ ഇത്രയും വലിയ ഗ്രോത്ത് ഇത് നടക്കുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ടാവാൻ നമുക്ക് പറ്റും. ഗ്രോത്ത് എവിടെയാണ് നടക്കുക? മാർക്കറ്റിലാണ് നടക്കുക. ഒരുപാട് കമ്പനികൾ ഉണ്ടാവുന്നു, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ആ സൈഡിലാണ് നമ്മുടെ മാർക്കറ്റ്, രാജ്യം വളരുന്നത്. അപ്പോൾ ഈ കമ്പനികളിലെല്ലാം ഡെഫിനറ്റ്ലി ഫിനാൻസ് എന്ന് പറയുന്ന ഏറ്റവും എസെൻഷ്യൽ ഏരിയ ആണ്. അവിടെ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആവട്ടെ, കോസ്റ്റ് അക്കൗണ്ടൻസ് ആവട്ടെ, കമ്പനി സെക്രട്ടറീസ് ആവട്ടെ, നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു വലിയ ഫ്യൂച്ചർ ആയിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക. എനിക്ക് തോന്നിക്കുന്നു മേ ബി ഒരു റിവേഴ്സ് മൈഗ്രേഷൻ ഒരു 10 yearsനകത്ത് നടക്കേണ്ടതാണ്. കാരണം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിലോട്ട് വരുമ്പോൾ പുറത്ത് ഈ പറഞ്ഞ ഇപ്പോഴത്തെ ആ ഒരു ഇത് മാറി, ആ ഒരു ട്രെൻഡ് മാറി, ഇന്ത്യയാണ് ഫ്യൂച്ചർ എന്ന് കണ്ടൊരു റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. റാദർ ദാൻ CA ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു മോണിറ്ററി ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതും ലോകത്തിൻ്റെ പല ഭാഗത്ത്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് റെപ്യൂട്ടേഷൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ സിഗ്നേച്ചറിനൊരു വാല്യൂ ഉണ്ടാവുന്നു. ഇപ്പോൾ സാറിൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ CA ആയതിൽ ഒരു പ്രൈഡായിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും മൊമെൻറ്റുകളുണ്ടോ, അല്ലെങ്കിൽ ഓക്കെ ഇതിനൊരു പവർ ഉണ്ട് എന്ന് തോന്നുന്നൊരു മൊമെൻ്റ് എപ്പോഴെങ്കിലും ഉണ്ട്? ഞാൻ ഒരൊറ്റ ഇൻസിഡൻ്റായിട്ട് എനിക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ മിക്കപ്പോഴും നമ്മൾ റൂമിലോട്ട് കടന്നു ചെല്ലുമ്പോൾ, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള റൂമിലോട്ട് കടന്നു ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഭാവമാറ്റം, അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ്, ഒട്ടും സ്ട്രേഞ്ച് ആയ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലോട്ട് പോകുമ്പോഴും, ഒരു റൂമിൽ ഒരു പരിചയമില്ലാത്ത ഒരു 10 പേരുടെ ഒപ്പം ഇരിക്കുമ്പോഴും നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു റെക്കഗ്നീഷൻ, അതിൻ്റെ റെസ്പെക്റ്റ്, അത് ഭയങ്കരമാണ്, വലിയ സംഭവമാണ്. നമുക്ക് എപ്പോഴും അത് ഫീൽ ചെയ്യാറുണ്ട്. അത് ക്ലയൻസിനോടുള്ള മീറ്റിങ്ങിലാവട്ടെ, ബാക്കി ഒരു പരിചയമില്ലാത്ത ആൾക്കാരോടാവട്ടെ, ഒന്നുമില്ലെങ്കിൽ കുറച്ച് കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ പോകുമ്പോഴാവട്ടെ, നമ്മളെന്താണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ അവരുടെ കണ്ണിൽ വിരിയുന്ന ഒരു എന്തൂസിയാസം ഉണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നൊരു വലിയ റെക്കഗ്നീഷനാണ്. ഈ ക്വാളിഫൈഡ് ആയതിനു ശേഷം
ആദ്യമായിട്ട് ഒഫീഷ്യലി ഇട്ട സൈൻ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് ബാലൻസ് ഷീറ്റ് ഇപ്പോഴും എൻ്റെ ഓഫീസിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഐ സി. ഞാൻ ഇട്ട ബാലൻസ് ഷീറ്റ് ഞാൻ കൊടുത്തിട്ടില്ല ക്ലയൻറ്റിന്, അവർക്ക് കോപ്പി മതിയായിരുന്നു. ഞാൻ ആ സൈൻ ചെയ്ത ബാലൻസ് ഷീറ്റ് ഇപ്പോഴും അവിടെ ഫ്രെയിമൊന്നും ചെയ്തിട്ടില്ല, ബട്ട് എൻ്റെ കയ്യിലുണ്ട് ആ ഫസ്റ്റ് ബാലൻസ് ഷീറ്റ്. എൻ്റെ ഫോട്ടോ കിട്ടുമോ? തീർച്ചയായും നമുക്ക് വീഡിയോ ഇടാം. അത് പക്ഷേ പബ്ലിക് ആക്കാൻ ഒക്കില്ല, ഒരു ക്ലയൻറ്റ് സെൻസിറ്റീവ് ഡേറ്റയാണ്, അതുകൊണ്ട് പബ്ലിക് ആക്കാൻ ഒക്കില്ല. ബട്ട് എൻ്റെ കയ്യിലുണ്ട്. ഒരു ചെറിയ ബാലൻസ് ഷീറ്റാണ്, ഒരു ബ്യൂട്ടി സ്റ്റുഡിയോ ആയിരുന്നു എനിക്ക് കിട്ടിയ ആദ്യത്തെ ചെറിയ അസൈൻമെൻറ്റുകളിലൊന്നായിരുന്നു. അതിന് മുമ്പ് വലിയ അസൈൻമെൻറ്റ് വന്നെങ്കിലും അതിന് സൈൻ ചെയ്യാനുള്ള ടൈം ആയിരുന്നില്ല. ആദ്യമായി സൈൻ ചെയ്ത ഒരു വളരെ ചെറിയ ഒരു സലൂണിൻ്റെ വർക്കാണ്. അവർക്കൊരു ബാങ്ക് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ആദ്യത്തെ ഒരു ബാലൻസ് ഷീറ്റ് സൈൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ തന്നെ ഇപ്പോഴും ഉണ്ട്, സൂക്ഷിച്ച് ഞാൻ തന്നെ കൈ വെച്ചിട്ടുണ്ട്. ഈ ബൈക്ക് ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞു. അതല്ലാതെ മൊത്തത്തിൽ യാത്ര എന്ന് പറയുന്നത് കൂടെ ഉണ്ടോ? ഏതൊക്കെ സ്ഥലങ്ങളിൽ, എങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ പോകാനാണ് താല്പര്യം? ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എത്രമാത്രം അതിന് സമയം കിട്ടാറുണ്ട്? ഞാൻ സമയം ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. യാത്ര ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് യാത്ര എന്ന് പറയാം. അപ്പോൾ എനിക്ക് യാത്രയ്ക്കായൊരു സമയം കണ്ടെത്തുക എന്നുള്ളൊരു പ്രശ്നമല്ല, എൻ്റെ ലൈഫിൻ്റെ പാർട്ടാണ് യാത്ര. ഞാൻ എങ്ങനെയായാലും അത് മാനേജ് ചെയ്യാറുണ്ട്. ആദ്യമായിട്ട് പോകുന്ന ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ അച്ഛൻ്റെ കൂടെ മലയ്ക്ക് പോകുന്ന, ബൈക്കിൽ പോകുന്ന യാത്രയാണ് എൻ്റെ തുടക്കം. അതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. പിന്നെ ഒരു ബുക്ക് വായിച്ചു, എം കെ രാമേന്ദ്രൻ സാറിൻ്റെ ഈ ഉത്തരാഖണ്ഡിലൂടെ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ടായിരുന്നു. അപ്പോൾ ഹിമാലയത്തെ പറ്റിയുള്ള ബുക്കാണ്. അപ്പോൾ അന്ന് മുതലൊക്കെ ഈ മാതൃഭൂമിയിലൊക്കെ ഹിമാലയത്തെ പറ്റിയൊക്കെയുള്ള സപ്ലിമെൻറ്റ്സിലൊക്കെ വരുന്ന വാർത്തയൊക്കെ വായിക്കും. എന്തോ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഈ ബുക്ക് വായിച്ചങ്ങ് പ്രാന്തായി. CA ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ്, ആർട്ടിക്കിൾഷിപ്പ് സമയത്തൊക്കെയാണ് ആ ഒരു ബുക്ക് വായിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഹിമാലയത്തിൽ പോകണം. അപ്പം നമുക്ക് അങ്ങനെ അന്ന് പോയിട്ട് ഉള്ള എക്സ്പീരിയൻസോ അന്നുള്ള അതിനുള്ള പൈസയില്ല, ബേസിക് കാര്യം പൈസയില്ല. അപ്പം നമ്മൾ കിട്ടുന്ന സ്റ്റൈഫൻ്റൊക്കെ കൂട്ടി വെക്കും, ചെറിയ പൈസ ഇത് വെക്കും. എൻ്റെ ബ്രദർ എനിക്ക് കല്യാണത്തിനൊരു ചെറിയ സ്വർണ്ണമോതിരം തന്നിരുന്നു. ഞാൻ നേരെ കൊണ്ട് വിറ്റു. അതിൽ നിന്ന് അന്ന് 5000 രൂപയാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് വളരെ ചെറിയൊരു മോതിരം. ആ മോതിരം വിറ്റൊരു 5000 രൂപ കിട്ടി. കുറേ പോക്കറ്റ് മണി അതും ഇതും എല്ലാം കൂടെ ഒപ്പിച്ച് വെച്ച്, എല്ലാം കൂടെ എനിക്ക് ഓർമ്മയുണ്ട് 13,000 രൂപയാണ് എൻ്റെ ടോട്ടൽ ബഡ്ജറ്റ്. ഇവിടെ കൊച്ചി തമ്മനത്ത് വന്ന് ഒരു ചാത്തൻ ഷൂ വാങ്ങി, ഒരു ജാക്കറ്റ് ഫ്രണ്ടിൻ്റെ നിന്ന് കടം വാങ്ങി. ഇത് ഇട്ടുകൊണ്ടാണ് ആദ്യത്തെ ഹിമാലയ യാത്രയ്ക്ക് പോകുന്നത്. ഇവിടുന്ന് ഡൽഹി വരെ ട്രെയിൻ ബുക്ക് ചെയ്തു, അത് മാത്രമേ ഉള്ളൂ റിസർവേഷൻ. പിന്നെ കിട്ടുന്ന ബസ് പിടിച്ച് ഹരിദ്വാർ പോയി, അവിടുന്ന് കേദാർ, ബദരി, ഗംഗോത്രി, ഒരു ട്രക്ക് ചെയ്തു, ഗോമുഖിലോട്ടുള്ള ട്രക്ക് ചെയ്തു. അപ്പോൾ ഗോമുഖിൽ ട്രക്ക് ചെയ്യാൻ നേരത്തൊക്കെ നമുക്ക് ഗൈഡിനെ അഫോർഡ് ചെയ്യാൻ പൈസ ഇല്ല. അപ്പോൾ ഗൈഡില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ വെയിറ്റ് ചെയ്യും. ഫ്രണ്ടിൽ ഒരാൾ ഗൈഡുമായിട്ട് പോകും, അവരുടെ കൂടെ പോകും. പുറകെ പോയാൽ പിന്നെ നമുക്കറിയാലോ, അവൻ പോകുന്ന വഴി നമ്മൾ പോയാൽ മതിയല്ലോ. അങ്ങനെ ഒരുപാട് ആശ്രമങ്ങളിൽ കിടന്നിട്ടുണ്ടെന്ന് അന്ന്. കാരണം ഹോട്ടൽ എടുക്കാനുള്ള റൂമില്ല, പൈസ ഉണ്ടാവില്ല. ആശ്രമങ്ങളിലൊക്കെ ചെറിയ ദക്ഷിണ കൊടുത്താൽ മതി. ഞങ്ങളൊരു നാണമില്ലാതെ 50 രൂപയൊക്കെ ദക്ഷിണ കൊടുക്കും. ആക്ച്വലി അവിടെ ചെല്ലുന്നവരൊക്കെ ഒരു 500 രൂപയൊക്കെ ഫുഡിൻ്റെയും അക്കോമഡേഷൻ്റെയും പൈസ കണക്കാക്കി ഒരു ദക്ഷിണയാണ് കൊടുക്കുക. ഞങ്ങളൊരു വലിയ ഉളുപ്പൊന്നും ഇല്ലാതെ ഒരു 50 രൂപ ദക്ഷിണയെ കൊടുക്കും. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമായിട്ടാണ് പോയത്. അപ്പോൾ സ്വാമിയൊക്കെ ഇങ്ങനെ നോക്കും. എന്നാലും അങ്ങനെ ഒരുപാട് ചെറിയ ആശ്രമങ്ങളിലൊക്കെ കിടന്ന്, പിന്നെ കിട്ടുന്ന സ്ഥലത്ത്, കിട്ടുന്ന വണ്ടിയിൽ, കിട്ടുന്ന സമയത്ത് എത്തിപ്പെട്ട് ഒരു 21 ദിവസത്തെ യാത്ര അത്യാവശ്യം ഉത്തരാഖണ്ഡ് കംപ്ലീറ്റ് കറങ്ങി വന്നിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും ബെസ്റ്റ് യാത്ര എന്ന് പറയാൻ പറ്റുക. ഇപ്പം ഇനി എത്ര കംഫർട്ടിൽ പോയാലും നമുക്ക് അന്ന് വഴി കിടന്ന പിന്നെ ചെറിയ പൈസയ്ക്ക് ഇല്ലാത്ത ബഡ്ജറ്റിന് ഞാൻ അതിലൊരു 1500 രൂപ എന്തോ മാറ്റി വെച്ചു. അത് ഡൽഹിയിൽ നിന്ന് തിരിച്ചുള്ള ട്രെയിൻ ടിക്കറ്റാണ്. ബാക്കി പൈസ എപ്പോൾ തീരുന്നോ അപ്പോൾ യാത്ര നിർത്തുക എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ ആ ലിമിറ്റഡ് ബഡ്ജറ്റിൽ പോയ യാത്രയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാത്ര എന്ന് പറയാം. പിന്നെ അവിടെ മുതൽ ഇങ്ങോട്ട് ഹിമാലയം തന്നെ ഒരു വലിയ അട്രാക്ഷനായിരുന്നു. പീരിയോഡിക്കലി പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സ്ഥലങ്ങളിലായിട്ട് പോകും, മാറി തിരിഞ്ഞ് പോകും. നോർത്ത് ഈസ്റ്റ് പോകാറുണ്ട്, ലേ ലഡാക്ക്. അങ്ങനെ ബൈക്കിൻ്റെ സൈഡാണെങ്കിൽ പിന്നെ ലേ ലഡാക്ക് ആ ഒരു സൈഡായിരിക്കും പോവുക. ചണ്ഡീഗഡിൽ നിന്ന് സ്പിതി വാലി അങ്ങനെയുള്ള സർക്യൂട്ട്. ഒരു സ്പിരിച്വൽ ആ ഒരു സൈഡാണ് താല്പര്യമെങ്കിൽ കുറച്ചുകൂടെ ഉത്തരാഖണ്ഡ് ആ ഒരു റീജിയനായിരിക്കും കൂടുതൽ പിടിക്കാറുള്ളത്. ഫാമിലി വരും കൂടെ? ചിലതിൽ ഫാമിലി കൂടെ വരാറുണ്ട്. ഞങ്ങളുടെ ഹണിമൂണൊക്കെ ഞാൻ വൈഫോടെ ബൈക്കിൽ ഒരു ഹിമാലയൻ ട്രിപ്പാണ് പോയത്. അപ്പോൾ ഫാമിലി വരാറുണ്ട്. പിന്നെ ഇപ്പം കുട്ടിയൊക്കെ ആയത് പിന്നെ ബൈക്കിൽ എല്ലാവരും ഇവിടെ പോക്ക് നടക്കാറില്ല. ട്രിപ്പിൾസ് വെച്ച് പോകുന്നതൊരു ഇതല്ലാത്ത കാരണം അവർ വരുമ്പോൾ പിന്നെ കാറിലാക്കാറുണ്ട്. നോർത്ത് ഈസ്റ്റൊക്കെ കവർ ചെയ്ത് മോളുമായിട്ടൊക്കെയാണ്, ചെറിയ മോളുമായിട്ടൊക്കെയാണ്. മോളെ ഞാൻ അത്യാവശ്യം യാത്ര ചെയ്യിപ്പിക്കാറുണ്ട്. അവളൊരു 3 മാസം മുതലൊക്കെ കങ്കാരു ബാഗിലിരുന്നപ്പോൾ മുതൽ യാത്രയ്ക്ക് കൂടെ വരാറുണ്ട്. ഇപ്പം ITR ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റൊക്കെ അടുത്ത് വരികയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ അവർ കണ്ടുവരുന്ന ITR ഫയൽ ചെയ്യുമ്പോൾ ബന്ധപ്പെട്ടുള്ളൊരു തെറ്റെന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ITR ഫയൽ ചെയ്യുമ്പോഴുള്ള തെറ്റ് ഒരുപാട് ആൾക്കാർ തന്നെ ചെയ്യുന്നുണ്ട്. തന്നെ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് പഴയ പോലല്ല. നമ്മൾ ചെയ്യുന്ന 100% ട്രാൻസാക്ഷൻ ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. അവരുടെ AIS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ച ഷെയർ, നിങ്ങൾ വിറ്റ മ്യൂച്വൽ ഫണ്ട്, നിങ്ങൾ വാങ്ങിച്ച പ്രോപ്പർട്ടി എന്ന് വേണ്ട ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, അതിൽ നിന്ന് വന്ന ഇൻട്രസ്റ്റ്, അതെല്ലാം നമ്മുടെ ഡേറ്റാ ബേസിലുണ്ട്. നമ്മുടെ ആൾക്കാരുടെ ഒരു വിചാരം TDS ഡിഡക്റ്റ് ചെയ്ത എൻ്റെ സാലറി ഉണ്ട്, സാലറി കാണിച്ചാൽ മതി, എൻ്റെ ITR കഴിഞ്ഞു എന്നാണ്. ആക്ച്വലി അല്ല.
സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് വരെ അത് ചെറുതാണെങ്കിൽ കൂടെ അതിൽ റിപ്പോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ റിട്ടേൺ ഡിഫക്റ്റീവ് ആവും, നോട്ടീസ് വരാം. അപ്പോൾ അതിന് നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തപ്പാൻ പോകണ്ട, നമ്മുടെ എസിൽ തന്നെ റിഫ്ലക്റ്റ് ആയി കിടപ്പുണ്ട്. ഇന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ സേവിങ്സ് അക്കൗണ്ട് വന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്, അതെടുത്ത് റിപ്പോർട്ട് ചെയ്താൽ മതി. പക്ഷേ സ്വയം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അത് ഇഗ്നോർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം അതൊന്നും ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരില്ല, TDS മേ ബി കട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്നും ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരാത്തതുകൊണ്ട് അവർ ആ TDS പിടിച്ച് വന്ന ഇൻകം മാത്രം കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ മറന്നു പോകാറുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബേസിക് ലെവൽ ITR ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്. പിന്നെ ബാക്കി ഷെയർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി അത് ഡിസ്ക്ലോസ് ചെയ്യണം. പ്രോപ്പർട്ടി സെയിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതുണ്ട്. ഈ പ്രോപ്പർട്ടി സെയിലൊക്കെ 50 lakh എക്സീഡ് ചെയ്താലാണ് TDS ആപ്ലിക്കബിലിറ്റി വരിക. അപ്പോൾ അവരുടെ വിചാരം 50 താഴെയാണെങ്കിൽ, ഇപ്പോൾ ഒരു 40 lakh ആണെങ്കിൽ TDS ഇല്ലല്ലോ, അപ്പോൾ ഇൻകം ടാക്സുകാർ ഇത് അറിയില്ലല്ലോ എന്നാണ് അവർ വിചാരം. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് 30 lakh എക്സീഡ് ചെയ്യുവാണെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ വരും, നമുക്ക് TDS പിടിച്ചില്ലെങ്കിലും ഈ ഡേറ്റ അവിടെ വരും. അപ്പോൾ ആൾക്കാരുടെ വിചാരം ഇതൊന്നും റിപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ളതാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്തരം മിസ്റ്റേക്കുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് വിഷയം പറയാനുള്ളത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ. എല്ലാ വീഡിയോ കഴിയുമ്പോഴും പറയുന്നതാണ്, എന്നാലും ഔദ്യോഗികതയുടെ പുറത്ത് ഒന്നുകൂടി പറയാം. ഇത്തവണ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ ആർട്ടിക്കൽഷിപ്പിനെ കുറിച്ചും ഒരു പ്രൊഫഷണൽ ജേണിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം വൺസ് ഇപ്പോൾ ഓൾറെഡി CA ജേണിൽ ഇന്നായിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സെഷനിലൂടെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ പുതിയ ഐഡിയാസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു. ഈ അടുത്ത വീഡിയോകൾ വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.